നമുക്കൊരു വചനഭാഗം ഇന്ന് പ്രത്യേകമായിട്ട് ഇന്നത്തെ ശുശ്രൂഷയുടെ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ വായിക്കുകയാണ്. അത് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള വചനമാണ്. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 2 1 onwards. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയെന്ന് കേട്ടപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്തുകൊണ്ട് ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവൻ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിൽ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് സുഖമാണോ? ഇന്ന് ആദ്യമായിട്ട് വന്നവർ കൈവക്കാവോ? ഇന്നലെ പിന്നെ ഞാനൊന്നും വരാൻ പറ്റിയില്ല. ഇന്നാണ് വന്നത്. കുറെ പേരുണ്ടല്ലോ. ദൈവം അവരെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇന്നലെ പിന്നെ ഞാൻ വന്നവരൊന്ന് കൈയടിച്ച് അവരെ ഒന്ന് സ്വാഗതം ചെയ്യാൻ. വന്നല്ലോ അല്ലേ? ഇന്ന് വരാതെ ഇന്നലെ പിന്നെ ഞാൻ വന്നവരെങ്കിൽ കുട്ടിക്ക് ആകട്ടെ. അവരിന്ന് വന്നില്ല, പക്ഷെ അവർ ഇന്നലെ പിന്നെ ഞാൻ തോന്നുന്നു നല്ല മനുഷ്യരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പതിവില്ലാതെ ചിലരൊക്കെ വന്നതുകൊണ്ടാവാം പ്രകൃതിക്ക് പോലും ഒരു നാണം തോന്നി. മഴയൊക്കെ പെയ്യുന്നുണ്ട് അല്ലേ? അത് നല്ല കാര്യമാണ്. അങ്ങനെയൊക്കെ പള്ളിക്കകത്തിരിക്കട്ടെ. റോഡിലൊക്കെ ഇരിക്കാതെ പള്ളിയിൽ ഇരിക്കാൻ വേണ്ടി കർത്താവ് ചെറിയൊരു മഴ തന്നതാണ്. മഴയെ അപ്പം കാണുമ്പോൾ രാവിലെ എഴുന്നേക്ക് മഴ കണ്ടുമ്പോൾ നമ്മൾ എന്ത് പറയും? നാശം പിടിച്ച മഴ, എന്തൊരു മഴ. അങ്ങനെ പറയരുത്. നമ്മൾ 1-ാം ദിവസം പഠിപ്പിച്ച കാര്യമാണ് അല്ലേ? നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കണം. നല്ലത് പറയണം കേട്ടോ. ഹായ്, നല്ല മഴ പറഞ്ഞു. 10 പ്രാവശ്യം പറഞ്ഞാൽ പ്രശ്നം തീരും കേട്ടോ. ഇല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ നാശം എന്ന് പറയും തോറും നാശം കൂടിക്കൊണ്ടിരിക്കും, അസ്വസ്ഥത കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ എല്ലാത്തിനും നമ്മൾ പോസിറ്റീവായിട്ട് കണക്കാക്കണം. സത്യം പറയാം. ഹല്ലേലൂയ. ഇരിക്കാൻ സ്ഥലം കിട്ടിയിട്ടില്ല, അങ്ങനെയുള്ളവരുണ്ട്. അപ്പൊ പോസിറ്റീവായിട്ട് കണക്കാക്കണം. ഇങ്ങനെ നിൽക്കാനും ഇങ്ങനെ ഞെരുങ്ങിയിരിക്കുവാനാണ് കർത്താവ് നമ്മൾ വിളിച്ചത്. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോട്ട് പറഞ്ഞ എല്ലാം പോസിറ്റീവായിട്ട് കാണും. ചിലത് പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ വായിച്ച വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള വചനം. ആദ്യമായിട്ട് കേൾക്കുന്നവരാണോ? അല്ല. ദൈവമേ, എത്ര തവണ അല്ലേ കാനായിലെ വിവാഹ വിരുന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? എന്റെ ചോദ്യം, കാനായിലെ വിവാഹ വിരുന്നിൽ നടന്ന അത്ഭുതം എന്താണ്? പറഞ്ഞു. അറിയാം. വെള്ളം വീഞ്ഞാക്കി. അതുകൊണ്ട് വെള്ളം വീഞ്ഞാക്കി. അതുകൊണ്ട് നമുക്കെന്നാ? കേട്ടിട്ടില്ലേ? എന്തെല്ലാം വ്യാഖ്യാനങ്ങളാണല്ലേ. അപ്പൊ മദ്യപാനികൾ ഇതിനെ എടുത്താക്കാണ് പറയുന്നത്, ഈശോ നല്ല 1-ാം തരം വാറ്റുകാരനായിരുന്നു. അല്ലെ? ഈശോ നല്ല 1-ാം തരം വാറ്റുകാരനായിരുന്നു. വെള്ളത്തെ വീഞ്ഞാക്കി. അതും നല്ല വീഞ്ഞ്. നിസ്സാരപ്പെട്ട സാധനമല്ല. വേറെ ചിലർ പറയും അത്യാവശ്യം കുടിക്കാം, അതിന് ഈശോ ലൈസൻസ് തന്നിരിക്കുന്ന വചനഭാഗമാണിത് എന്നിങ്ങനെ പലതരത്തിൽ വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പൊ ചോദ്യം എന്താണ്? ഈ അത്ഭുതത്തിന്റെ ഈ ഒരു പാസേജ്, ഈ കാനായിലെ വിവാഹ വിരുന്നും നമ്മുടെ ജീവിതവും തമ്മിൽ എന്ത് ബന്ധം? എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? ഇന്ന് വായിച്ച വചനത്തിന്റെ അവസാന ഭാഗത്ത് ഒരു കാര്യം കൃത്യമായിട്ട് യോഹന്നാൻ ശ്ലീഹ എഴുതിയിട്ടുണ്ട്. 2-ാം അധ്യായം 11-ാം തിരുവചനം. ഏതാ വചനം? യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിൽ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ്. അപ്പം അടയാളങ്ങളുടെ ആരംഭമാണ് ഈ അത്ഭുതം. അപ്പൊ അത്ഭുതം എന്ന് പറയുന്നത് ഒരു അടയാളമാണ്. അത്ഭുതത്തിന് വേണ്ടിയല്ല,
അത്ഭുതങ്ങൾ എപ്പോഴും ഒരു അടയാളമാണ്. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് അത്ഭുതവും നമ്മൾ ശ്രദ്ധിച്ചോണം. ഒരു മിറക്കിൾ എന്ന് പറയുന്നത് അത് മിറക്കിളിന് വേണ്ടി മാത്രമല്ല, ആ മിറക്കിളിലൂടെ കർത്താവ് ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നമ്മളോട് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ഏത് വിഷയത്തെ കുറിച്ച് ചിന്തിച്ചോളൂ. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് നമ്മുടെ തലവേദന മാറ്റി, ആയിക്കോട്ടെ, അതൊരു മിറക്കിളാണ്. പക്ഷേ നമ്മൾ ഓർക്കണം, അതിലൂടെ കർത്താവ് ആ വ്യക്തിയോട് ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതൊരു അടയാളമാണ്. ഇറ്റ് ഈസ് എ മെസ്സേജ്. ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കൃത്യമായിട്ട് ഈശോ അതിലൂടെ ഒരു കാര്യം പറയുകയാണ്. സൗദി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈശോ കാനായിലെ ഈ വിവാഹ വിരുന്നിൽ ചെയ്തത് എന്ത് അടയാളം, എന്താണ് ഈശോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്ന് നമ്മളൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. നമ്മളത് പഠിക്കുന്ന സമയത്ത് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം, ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 2, അതിന്റെ 13 മുതലുള്ള വചനം ഒന്ന് വായിച്ചാൽ ചില കാര്യങ്ങൾ നമ്മളെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തും. വായിച്ചാലോ? എന്നാൽ മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, 12-ാം തിരുവചനം തൊട്ട് വായിച്ചേ, അപ്പൊ നമുക്കത് മനസ്സിലാവും. 12. ഇതിന്റെ എല്ലാം അർത്ഥം എന്ത് എന്ന് പരസ്പരം ചോദിച്ചുകൊണ്ട് എല്ലാവരും വിസ്മയിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു. സന്ദർഭം അറിയാലോ? സന്ദർഭം ഏതാ? പന്തക്കുസ്ത. പത്രോസ് ശ്ലീഹ എന്ന മുക്കുവൻ പ്രസംഗിക്കുമ്പോൾ 36-ലധികം ഭാഷ സംസാരിക്കുന്ന ജനതതി, ഒരു ഭാഷക്കാരല്ല, ഒരു വർഗക്കാരല്ല, ഒരു കൾച്ചറല്ല, പല സ്വഭാവത്തിലുള്ള ആളുകൾ അവിടെയുണ്ട്. അവരെല്ലാവരും അവരവരുടെ ഭാഷകളിൽ അത് കേട്ടു. ഓരോരുത്തരും ഓരോ ഭാഷകളിൽ അത് കേട്ടു. അപ്പൊ ഇവര് ആകെപ്പാടെ കൺഫ്യൂസ്ഡ് ആയി. ആര്? ഓഡിയൻസ്, ജനം. അപ്പൊ അവരെന്ത് പറയുന്നു? ഇതിന്റെ എല്ലാം അർത്ഥം എന്ത് എന്ന് അവർ പരസ്പരം ചോദിച്ചുകൊണ്ട് എല്ലാവരും വിസ്മയിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു. എല്ലാവരും മൊത്തത്തിൽ അസ്വസ്ഥരായി. കാരണം ഇവന്മാർ ഇത്രയും നാളും നടന്ന കുറെ പാവപ്പെട്ടവര്, വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത മീൻപിടുത്തക്കാരെ ഇപ്പൊ കയറി പ്രസംഗിക്കുന്നു. ഇവന്മാർ എന്തുവാ പറയുന്നേ? ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം എന്താണ് എന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് അവർ ചോദിക്കുവാണ്. അപ്പൊ ചിലർ, ആ കൂട്ടത്തിൽ ചിലർ എന്ത് പറഞ്ഞു? 13-ാം വചനം വായിച്ചേ. എന്നാൽ മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു, പുതുവീഞ്ഞ് കുടിച്ച് അവർക്ക് ലഹരി പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അവര് വീഞ്ഞ് കുടിച്ചിരിക്കുവാണ്. അടുത്ത വചനം വായിക്കാം, 13, 14. എന്നാൽ പത്രോസ് മറ്റു 11 പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ അവരോട് പറഞ്ഞു. എന്നാൽ പത്രോസ്, ലീഡർ, മുക്കുവൻ, നേതാവ്, എഴുന്നേറ്റ് നിന്ന് മറ്റു 11 പേരോടൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ അവരോട് എന്ത് പറഞ്ഞു? യഹൂദജനങ്ങളെ, ജെറുസലേമിൽ വസിക്കുന്നവരെ, ഇത് മനസ്സിലാക്കുവിൻ, എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. കാരണം ഇപ്പോൾ ദിവസത്തിന്റെ 3-ാം മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ. അടുത്തത്, മറിച്ച് ജോയേൽ പ്രവാചകൻ പറഞ്ഞതാണിത്. ശ്രദ്ധിച്ച്, അതായത് പത്രോസ് നിവർന്നിരുന്ന സ്ട്രൈറ്റ്, കണ്ണടച്ച് ധ്യാനിക്കേണ്ട ഒരു വിഷയവും ഇല്ല. ഇങ്ങോട്ട് നോക്കിയാൽ മതി കേട്ടോ. ചിലരിങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ധ്യാനിക്കുന്നുണ്ട്. അതിന്റെ ആവശ്യമില്ല. കണ്ണ തുറന്നോ, കണ്ണടയ്ക്കാൻ സമയം തരാം. കണ്ണ തുറന്നേ. അതായത് പത്രോസ് ശ്ലീഹ ജനത്തോട് പറയുവാണ്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞങ്ങൾ മദ്യപിച്ചിട്ടല്ല ഇവിടെ നിൽക്കുന്നത്, വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചവരല്ല. പക്ഷെ ഞങ്ങളുടെ ഉള്ളിൽ ഒരു ലഹരിയുണ്ട്, ഒരു സ്പിരിറ്റ് ഉണ്ട്. ലഹരി എന്ന വാക്കിന് ഇംഗ്ലീഷിൽ സ്പിരിറ്റ് ഞങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷേ ഈ സ്പിരിറ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു കടയിൽ നിന്ന് വാങ്ങിയ സ്പിരിറ്റ് അല്ല, മറിച്ച് ഈ സ്പിരിറ്റ് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ജോയേൽ പ്രവാചകൻ പറഞ്ഞ സ്പിരിറ്റ് ആണ്. ആ സ്പിരിറ്റ് ഏതാണ്? വായിച്ചേ. ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയേൽ പ്രവാചകൻ പറഞ്ഞ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് വചനം ഓർമ്മപ്പെടുത്തുന്നത്. ഹോളി സ്പിരിറ്റ് പറഞ്ഞേ. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്.
വീഞ്ഞ് കുടിച്ച് ലഹരിയല്ല, മറിച്ച് പരിശുദ്ധാത്മാവാവുന്ന ലഹരി ഞങ്ങളുടെ ഉള്ളിലുണ്ട്. സ്പിരിറ്റ് എന്ന വാക്ക് തന്നെയാണ് മദ്യത്തിന് കൊടുക്കുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മദ്യത്തിന്റെ സ്പിരിറ്റ് അല്ല, മറിച്ച് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. പുതിയ നിയമത്തിൽ സ്പിരിറ്റ് എന്ന വാക്കിന് പത്രോസ് ശ്ലീഹ കൊടുക്കുന്ന ഒരു വ്യാഖ്യാനം എന്ത് സ്പിരിറ്റ് ആണെന്നാണ് പറഞ്ഞേ? ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. ഹോളി സ്പിരിറ്റ് ആണ് ലഹരി. ലഹരിക്ക് കൊടുക്കുന്ന ഇന്റർപ്രിട്ടേഷൻ ആണത് പരിശുദ്ധാത്മാവാവുന്ന ലഹരി. പലതരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി തിരിച്ച് നമ്മൾ കാനായിലെ വിവാഹ വിരുന്ന് എന്നുള്ള പാസേജിൽ എത്തുമ്പോൾ ഈശോ വെള്ളത്തെ എന്താക്കി മാറ്റി? വീഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത്? ലഹരിയാണ്. അതൊരു സ്പിരിറ്റാണ്, അതൊരു സ്പിരിറ്റാണ്. കൃത്യം വ്യാഖ്യാനം ബൈബിൾ പഠിപ്പിക്കുന്നത് ഈശോ ആ കുടുംബത്തിൽ സമ്മാനിച്ചത് സ്പിരിറ്റ്. ഏത് സ്പിരിറ്റ്? ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനെ കൊടുത്തു എന്നുള്ളതിന്റെ ഒരു പ്രതീകാത്മകമായ. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞത് ഇത് ഒരു അടയാളമാണ്. ഇറ്റ് ഈസ് എ സൈൻ. നോട്ട് എവറി മിറക്കിൾ ഈസ് എ സൈൻ. അപ്പൊ ഈ മിറക്കിൾ, ഈ അത്ഭുതം എന്നുള്ളത് ഒരു അത്ഭുതത്തിന് വേണ്ടിയല്ല, മറിച്ച് ഇതൊരു അടയാളമാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വിവാഹ ജീവിത ആരംഭത്തിൽ കർത്താവ് ഒരു കുടുംബത്തിന് സമ്മാനിക്കുന്നത് തന്റെ ശക്തിയായ പരിശുദ്ധാത്മാവിനെയാണ്. ആമേൻ, ആമേൻ. കല്യാണം കഴിച്ചവരെ കൈ പൊക്കിക്ക്, നേരിട്ട് കൈ പൊക്കിക്ക്. പകുതി കല്യാണമല്ല, ഫുള്ള്. ആ കൊള്ളാം. കല്യാണം കഴിച്ചവരെ കൈതാത്തല്ലേ? കല്യാണം കഴിച്ചവരെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, വിവാഹത്തിന്റെ ദിനം പരിശുദ്ധ അൽത്താരയുടെ മുമ്പിൽ നിങ്ങൾക്ക് ലഭിച്ചത് എന്താണ്? വാ തുറന്നു പറ, ഉറപ്പില്ലല്ലോ. കൈതാത്തിക്ക് ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഒരു ദൈവശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിന്റെ പേരാണ് ഫുൾട്ടൻ ജെ ഷീൻ എന്ന് പറയും. അമേരിക്കൻ തിയോളജിയാണ്, ദൈവശാസ്ത്രജ്ഞൻ ഫുൾട്ടൻ ജെ ഷീൻ. എന്താണ് പേര്? ഷീൻ എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഇപ്പൊ വെപ്പുവല്ലുള്ളവരൊക്കെ ഫുൾട്ടൻ എന്നൊക്കെ പറഞ്ഞ് തെറിച്ചു പോകും. ഷീൻ എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം തന്നെയുണ്ട്. വിവാഹത്തിൽ 2 പേരല്ല 3 പേര്. അതാരാ ഈ 3 പേര്? പെണ്ണും ചെറുക്കനും പിന്നെ അച്ഛനും. അച്ഛനല്ല, പാട്ടുകാര്, ക്യാമറ യൂണിറ്റ് ആരാ? പരിശുദ്ധാത്മാവ്. ഒരു സ്ത്രീയെയും പുരുഷനെയും ചേർത്ത് നിർത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് വിവാഹം പള്ളിക്കകത്ത് വെച്ച് നടത്തുന്നത്. കത്തോലിക്ക സഭ എന്തുകൊണ്ടാണ് പള്ളിക്കകത്ത് വെച്ച് നടത്തുന്നത്? ബീച്ചിൽ നടത്താതെ എന്തുകൊണ്ടാണ്? നമ്മൾ വേറെ സ്ഥലത്ത് ഓഡിറ്റോറിയത്തിലല്ല നടത്തുന്നത്. ആനപ്പുറത്തും കുതിരപ്പുറത്തും അല്ല കല്യാണം നടത്തുന്നത്. കല്യാണം നടത്തുന്നത് പള്ളിക്കകത്ത് വെച്ചാണ്. ഇതൊരു കൂദാശയാണ്. പള്ളിക്കകത്ത് വെച്ച് ഒരു വിവാഹം ആശീർവദിക്കുമ്പോൾ ആ പെണ്ണിന്റെയും ചെറുക്കന്റെയും ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവിനെയാണ് സംഭവം നൽകുന്നത്. ഭാര്യ ഭർത്താവ് ചേർക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇന്നത്തെ ദിവസത്തിൽ ശ്രദ്ധിക്കേണ്ടതും വിശ്വസിക്കേണ്ടതുമായ കാര്യം, ഞാൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച വ്യക്തിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ബന്ധങ്ങളിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. ഇനി നമ്മൾ ശ്രദ്ധിച്ചേ, ഈ ബന്ധങ്ങളിലെ പരിശുദ്ധാത്മാവ് നിർവീര്യമാകുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇല്ലാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും? 2 പേരും കൂടെ എന്ത് സംഭവിക്കും? ഈ 2 പേരെ കണക്ട് ചെയ്തിരിക്കുന്ന എന്തുവാ? ഈ പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അടി, ഇടി, പിടി, ബഹളം, അസ്വസ്ഥത, all issues. It is only because of absence of Holy Spirit. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ 2 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കും. കാരണം നമ്മൾ ചിന്തിച്ചു നോക്കിയേ, മാനുഷിക ബുദ്ധി അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി എത്ര നാൾ ജീവിക്കാൻ പറ്റും? ബുദ്ധി അനുസരിച്ച് നിങ്ങൾ കണക്ക് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ, അല്ലേ, നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ആളെ കൊണ്ട് എനിക്ക് എന്ത് ഗുണം? ഇങ്ങനെ ബുദ്ധി കൊണ്ട് ആലോചിച്ചു കഴിഞ്ഞാൽ അത് നടക്കൂല.
അതുകൊണ്ടാണ് ആദ്യത്തെ കല്യാണം നടത്തിയ ദൈവം, സർവശക്തനായ ദൈവം, ആ ആദത്തോടും ഹവ്വായോടും ആദ്യം പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട്. എന്തുവാണെന്നറിയോ? ഇനി മുതൽ നിങ്ങൾ പറ, രണ്ടല്ല, എത്രയാണ്? 10. ഇനി മുതൽ നിങ്ങൾ രണ്ടല്ല, ഒന്നാണ്. നമ്മൾ പഠിച്ചിരിക്കുന്നത് ഒന്നും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 2 അല്ലേ? സ്കൂളിൽ നമ്മൾ പണ്ട് എഞ്ചുപടി പഠിച്ചിട്ടില്ലേ? സ്കൂളിൽ കണക്ക് കൂട്ടാൻ പഠിച്ചല്ലോ. 2 2 പഠിച്ചില്ലേ? പറ. 2 2 4 4 8 8 16 16 32 32 64 64 128 128. ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത് ഞങ്ങൾ ആരാണ് അല്ലേ? 2 2 4 4 5 6 ചേച്ചി എന്ന് വരുന്നത് 32 128 അല്ലേ? അപ്പൊ ഇതാണ് കണക്ക്. കണക്ക് കണക്ക് നമ്മൾ ചെറുപ്പത്തിലെ തന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്നതാണ്. 2 2 2 + 2 4 + 4 8 + 8 16 + 16 32 + 32 64 + 64 128 + 128. ഇംഗ്ലീഷ് ആയതുകൊണ്ടല്ലേ? മലയാളത്തിലായിരുന്നു ഇപ്പൊ കാണിച്ചത്. എന്ത് കഷ്ടപ്പെട്ടായി കണക്ക് പഠിച്ചെന്നറിയോ സ്കൂളിൽ അല്ലേ? കണക്കേ അല്ലെ? കണക്ക്. ഈ കണക്കെന്തിനെ പഠിപ്പിക്കുന്ന ചെറുപ്പത്തിലെ തന്നെ? അതൊരു അറിവിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കണക്കാണ്. ബേസ് ഓഫ് നോളജ് ആണ്. അങ്ങനെ കണക്ക് കൂട്ടാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഗുണം, ഒരു കാര്യത്തെ കാര്യകാരണ സഹിതം ലോജിക്കലായിട്ട് നമുക്കൊരു കാര്യത്തെ മനസ്സിലാക്കുന്നതിന് തെളിവ് കിട്ടും. അതാണ് ഈ കണക്കിന്റെ പ്രത്യേകത. ചിലർ കണക്കിൽ വീക്കായിരിക്കും, പക്ഷെ എങ്കിലും കണക്ക് പഠിപ്പിക്കുന്നതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണക്ക് പഠിക്കുന്നതനുസരിച്ച് നമുക്ക് അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം കാരണം ഈ പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്നതിന്റെ പിന്നിൽ ഒരു കണക്കുണ്ടെന്ന് പറയും. ഇപ്പൊ ഈ കെട്ടിടം നിൽക്കുമ്പോൾ, ഈ ദേവാലയം നിൽക്കുമ്പോൾ ഇതിനൊരു കണക്കുണ്ട്, ഇല്ലേ? ഉണ്ട്. നമ്മൾ സൈക്കിൾ ഓടിച്ചു പോകുമ്പോൾ, ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ, കാർ ഓടിച്ചു പോകുമ്പോൾ ഒരു കണക്കില്ലേ? ചിലർക്ക് ഒരു കണക്കുമില്ല, എന്നാലും ഒരു കണക്കുണ്ട്, അല്ലേ? അതാണ് വേണ്ടത്. ആ കണക്ക് തെറ്റിയാൽ എന്ത് പറ്റും? ആക്സിഡന്റ് ഉണ്ടാവും. ഞാൻ ഇങ്ങനെ പോകണം, അയാൾ ഇങ്ങനെ പോകണം. ഇതാണ് കണക്ക്. ഈ കണക്ക് തെറ്റിയാൽ അപകടം ഉണ്ടാവും. നമ്മുടെ ഇരിപ്പ് ഒരു കണക്കുണ്ട്, ഉണ്ടാവേണ്ടതാണ്. ചിലരത് ഒരു കണക്കില്ലാണ്ട് ഇരിക്കും. അതിന് ഒരു മാത്തമാറ്റിക്സ് ഉണ്ട്, അല്ലെ? അതിന്റെ പിന്നിൽ എപ്പോഴും ഒരു കണക്കുണ്ടെന്നാണ്. അതുകൊണ്ടാണ് മഹാനായ തിലകൻ നടൻ പറഞ്ഞത്, ഭൂഗോളത്തിന്റെ സ്പന്ദനം ഇരിക്കുന്നത് കണക്കിലാണ്. വിത്തൗട്ട് മാത്തമാറ്റിക്സ് ബബ്ബ എന്നാണ് പഠിപ്പിച്ചത്. സ്ഫടികം. അത് ശരി. എന്ന് പറഞ്ഞ കണക്ക്. ഈ കണക്ക് നമ്മുടെ തലക്കകത്തുണ്ട്. കണക്ക് നമ്മൾ പഠിച്ചു, കണക്ക് നമ്മുടെ തലക്കകത്ത് കൂട്ടി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കണക്കും കൊണ്ട് വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ചാൽ വിജയിക്കുമോ? ഇല്ല. ദൈവം പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾ 1 + 1 എത്രയാണ്? പറ. ഈ കണക്ക് ശരിയാണോ? ഇതെന്തിനു ശരിയാവും ചേച്ചി? നമ്മൾ പഠിച്ച കണക്ക് ഏതാ? 1 + 1 ഏതാ? 2 അല്ലേ? പക്ഷെ ദൈവം പറയുന്നു ഇനി മുതൽ 1 + 1 എത്രയാണ്? 1 ആണെന്ന്. നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാവോ? ഇല്ലെന്ന്. അതുകൊണ്ടാണ് ഇതിനെ ദിവ്യമായ രഹസ്യം എന്നാ പറയുന്നത്, മിസ്റ്ററി എന്നാ പറയുന്നത്. പൗലോസ് ശ്ലീഹ കുടുംബജീവിതത്തെ പഠിപ്പിക്കുമ്പോൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഇത്. ഒരു രഹസ്യമാണെന്ന് പറയും. ഇറ്റ് ഈസ് എ മിസ്റ്ററി. ഇതൊരു രഹസ്യമാണ്. രഹസ്യം ഏത്? കുടുംബജീവിതം ഒരു രഹസ്യമാണ്, മിസ്റ്ററിയാണ്. രഹസ്യം പറഞ്ഞേ. രഹസ്യം. ഇതൊരു മിസ്റ്ററിയാണ്, രഹസ്യമാണ്. രഹസ്യം, മിസ്റ്ററി, രഹസ്യമാണ്, രഹസ്യം. ഞങ്ങളുടെ ഇടവക പള്ളിയിൽ ഒരു കല്യാണ ആഘോഷത്തിന്റെ ഇടയ്ക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ, ശുശ്രൂഷ വായിച്ചപ്പോൾ ആ വ്യക്തിക്ക് വിട്ടുപോയി. അപ്പൊ എങ്ങനെ വരും? ഇത് വലിയ ഒരു രസമാണെന്ന് പറയുന്നത്. ഇത് വലിയ രസമാണ്. ചിലർക്ക് ഇത് വലിയ രസമാണ്, എന്നാൽ രസമല്ല, ഇതൊരു രഹസ്യമാണ്. മിസ്റ്ററി. മിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ കുടുംബജീവിതം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇതൊരു മിസ്റ്ററി ആണെന്ന്? ഇല്ലേ? എന്റെ ചേച്ചിമാരെ, ഇന്ന് വരെ നിങ്ങളുടെ ഹസ്ബൻഡിനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് വരെ നിങ്ങളുടെ ജീവിത പങ്കാളിയെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞിട്ട് കുറെ വർഷമായല്ലോ, ഏതാണ്ടൊക്കെ മനസ്സിലായി. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യ ഇന്ന് വരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ? നമുക്ക് രൂപവും ഭാവവും പേരും അതും ഇതും ഇച്ചിരിയൊക്കെ സ്വഭാവം അറിയാം. അതിനപ്പുറത്തേക്ക് ഇതിന്റെ ഉള്ളിൽ എന്താണെന്നൊന്ന് പിടികിട്ടണ്ടേ?
ഇത് ഈ മനുഷ്യന്റെ ഈ സ്ത്രീയുടെ ഉള്ളിൽ എന്താണെന്ന് മനസ്സിലാക്കണ്ടേ? നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇറ്റ് ഈസ് എ ഡിവൈൻ മിസ്റ്ററി. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു കുഞ്ഞു കാര്യം ചെയ്യാം. നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള കാര്യം, നിങ്ങളൊന്നിരുന്നേ. കല്യാണം കഴിച്ചവർ നിങ്ങളൊന്നിരിക്കും. കല്യാണം കഴിച്ചവർ എങ്ങനെയെങ്കിലും, കല്യാണം കഴിക്കാത്തവർ, കല്യാണം കഴിച്ചവർ നിങ്ങളൊന്നിരുന്നേ. കണ്ണടച്ച് ഞാനൊരു കുഞ്ഞു ചോദ്യം ചോദിക്കും. നിങ്ങൾ ഇരിപ്പ് കണ്ടിട്ട് അത് ചോദിക്കാൻ തോന്നുന്നു. നിങ്ങളോട് ഇതിനു മുമ്പ് പലരും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കണ്ണടച്ചോ. ചോദ്യം ഇതാണ്: ഇനിയൊരു ജീവിത പങ്കാളി, ഇനിയൊരു ജീവിതമുണ്ടെങ്കിൽ ഇതേ ജീവിത പങ്കാളി തന്നെ മതി എന്ന് വിശ്വസിക്കുന്നവർ മാത്രം കണ്ണടച്ച് വലതുകര ഉയർത്തുക. കണ്ണു തുറക്കണ്ട. ഇനിയൊരു ജീവിതമുണ്ടെങ്കിൽ ഇതേ ജീവിത പങ്കാളി തന്നെ മതി. കൈതാത്തിക്ക് അമ്പോ. കണ്ണു തുറന്നു. സമാധാനം. ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ്. രസകരമായ ചില കാഴ്ചകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഒരു ചേച്ചി ആവേശത്തിൽ കൈപൊക്കി. പിന്നീടാണ് ആ ചേച്ചിക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായത്. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഇതേ കുരിശിന്റെ വഴി ഞാൻ ചുമക്കണം. ഞാൻ നോക്കുമ്പോൾ ആ ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് തല ചൊറിഞ്ഞിട്ട് കൈതാക്കി. ബുദ്ധിമതിയായ വേറൊരു ചേട്ടൻ ആ സൈഡിൽ നിന്ന് ഏന്തി വലിഞ്ഞ് ഇങ്ങോട്ട് നോക്കുന്നു. പെമ്പറോണ്ട് കൈ പൊക്കിയെന്നാണ് നോക്കിയത്. അല്ലെ നമ്മളൊന്ന് ചിന്തിച്ചേ. ഈ ഒരു ചോദ്യം കാര്യം നിസ്സാരമാണെങ്കിൽ അല്ലെ, ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ ഈ ആളെ തന്നെ. അങ്ങനെ നമുക്ക് വിശ്വസിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യണമെങ്കിൽ ഇപ്പോൾ സന്തോഷമുണ്ടെങ്കിൽ മാത്രമേ അത് പറ്റുകയുള്ളൂ. ഇപ്പോൾ ഹാപ്പി അല്ലെങ്കിൽ പിന്നെ എങ്ങനെ സംഭവിക്കും? ഇപ്പോഴത്തെ നമ്മുടെ ജീവിതാവസ്ഥയിൽ. അപ്പൊ ഈ നമ്മുടെ മുമ്പിൽ ഒരു പ്രസക്തമായ ചോദ്യം: നിങ്ങളുടെ വിവാഹ ജീവിതം നയിച്ചത് ദൈവമല്ലേ? നിങ്ങൾ അൾത്താരിൽ ചേർത്ത് വെച്ചത്? യെസ് ഓർ നോ? ചിലർക്ക് അങ്ങോട്ട് പറ്റണില്ലല്ലോ. ഞാൻ ഈ അങ്കമാലിക്ക് അടുത്തൊരു പള്ളിയിൽ 75 വർഷമായ അപ്പനാണ്. 75 വർഷം, 50 75 കണ്ട നല്ല പ്രായമുള്ള അപ്പനാണ്. ഇവരുടെ മക്കള്, കൊച്ചുമക്കൾ, അവരുടെ മക്കള്. അപ്പൊ ഇവർക്കൊരു ആഗ്രഹം, അപ്പന്റെ അമ്മയുടെ 70-75 വർഷമായി വിവാഹ ജീവിതത്തിൽ ഇത്രയും വർഷമായത് ആഘോഷിക്കണം. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് പള്ളിയിൽ വലിയ പാട്ട്, കുർബാന, അതിനുശേഷം ഓഡിറ്റോറിയത്തിൽ സ്വീകരണം. അപ്പൊ സ്വീകരണം നടക്കുമ്പോൾ അപ്പനും അമ്മേനെയും കൂടെ പ്രായമായ അപ്പനും അമ്മേനെയും കൂടെ ഒരു സ്റ്റേജിൽ അലങ്കരിച്ചിരുത്തിയിട്ടുണ്ട്. നാട്ടുകാർ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചിലരൊക്കെ ചെന്ന് സമ്മാനം കൊടുക്കുന്നു. ചില കുട്ടികളൊക്കെ ഇവിടെ തട്ടി നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവരൊന്ന് കണ്ടേക്കാന്ന് കരുതി ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ഈ അപ്പച്ചൻ തിരിഞ്ഞിരുന്നുകൊണ്ട് ചില കുഞ്ഞുങ്ങൾക്ക് മിഠായി ഒക്കെ കൊടുക്കും. അമ്മച്ചോട് ചോദിച്ചു, അമ്മച്ചി എന്നാ ഉണ്ട് വിശേഷം, സുഖമാണോ? അപ്പൊ ഈ ചെവി അങ്ങോട്ട് ഞാൻ പറഞ്ഞു, സുഖമാണോ, എന്നാ ഉണ്ട് വിശേഷം? ഓ എന്നാ പറയാനാ, അന്ന് ആ ബ്രോക്കർ പറ്റിച്ചതാ. ആ മനുഷ്യനെങ്ങാനും കേട്ട ചവിട്ടിക്കൂട്ടി ഓടലോട്ട്. വർഷം 75, 50, 60 എങ്ങാണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ അമ്മച്ചി പറയും അന്ന് ആ ബ്രോക്കർ പറ്റിച്ചതാണ്. ഞാൻ പറഞ്ഞു, എന്റെ മുന്നമ്മച്ചി അങ്ങനെ പറയല്ലേ. ഒരു ബ്രോക്കറും അല്ല, തമ്പുരാകർത്താവ് പറ്റിച്ചത് അല്ലേ? ദൈവം പറ്റിച്ചതാണ്, ദൈവം ചേർത്ത് വെച്ചതാണ്. ഇവിടെ ഇരിക്കുന്ന ചിലരുണ്ട്, വല്ല ആവശ്യമുള്ള കാര്യമില്ല, ദൈവം പറ്റി എന്നാ ചെയ്യാനാ? നിന്റെ കയ്യിൽ തന്ന ജീവിത പങ്കാളിയെ ദൈവം നിന്റെ കയ്യിൽ പറ്റിച്ചു വെച്ചിരിക്കുന്നതാണ്. ദൈവം നിനക്ക് വേണ്ടി ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഒരു പ്രസക്തമായ ചോദ്യം എന്നാണെന്നറിയോ? എന്റെ കർത്താവേ, ഇതിനെ തന്നെ കിട്ടിയുള്ളൂ. എന്റെ കർത്താവേ, ഇതിന് നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് മനസ്സിലാവണ്ടേ? കഴിഞ്ഞ നാളിൽ പ്രാർത്ഥിക്കാൻ വന്നൊരു ഭാര്യയും ഭർത്താവ് ഇവർ എന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ വലിയ സ്നേഹത്തിലൊക്കെയാണ് കുടുംബജീവിതം നയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 15-16 വർഷം വെച്ചാ. ഞാൻ പറഞ്ഞു, എന്താ ഇപ്പോഴത്തെ പ്രശ്നം? അച്ഛാ ഞാൻ പറയുന്നത് ചേട്ടന് മനസ്സിലാവുന്നില്ല. ഉടനെ ഭർത്താവ് പറയാം, അച്ഛാ അത് തന്നെ എന്റെ പ്രശ്നം, ഇവള് പറയുന്നത് എനിക്കും മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏത് ഭാഷയാണ് സംസാരിക്കുന്നത്? അയ്യോ അച്ഛ, ഇത് ഭാഷയുടെ പ്രശ്നം അല്ല അച്ഛാ, അച്ഛ ഇത് ഭാഷയുടെ പ്രശ്നമല്ലെന്ന്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? ചിലരുടെ ഉള്ളിലുണ്ടാവും. അച്ഛാ എനിക്ക് മനസ്സിലാവുന്നില്ല അച്ഛാ, ഇവിടെ എന്നതാ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതെന്നതാ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, തലയ്ക്കകത്തോട്ട് മനസ്സിലാവുന്നില്ലെന്ന്. ഒരു സമയത്ത് മനസ്സിലായിരുന്നതാണ്. എപ്പോഴും കല്യാണം കഴിഞ്ഞ് ആദ്യ നാളിൽ ഇതെല്ലാം മനസ്സിലായിരുന്നു, ഇപ്പൊ മനസ്സിലാവുന്നില്ല. അതെന്താ അങ്ങനെ? വിവാഹത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്നത് ഒരു സ്നേഹത്തിന്റെ ഭാഷ ഭാര്യയ്ക്കും ഭർത്താവിനും സമ്മാനിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് ഏതൊരു കുടുംബജീവിതത്തിൽ മാത്രമല്ല, ഏതൊരു ദൈവവിളിക്കും പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു ഗിഫ്റ്റാണ്. ഒരു സ്നേഹത്തിന്റെ ഭാഷ കിട്ടും ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രം. അങ്ങനെയാണ് കണ്ണിൽ നോക്കിയാൽ കാര്യങ്ങൾ മനസ്സിലാവും, ചെറിയ ചെറിയ ആംഗ്യങ്ങളിലൂടെ മനസ്സിലാവും. അങ്ങനെയല്ലേ അമ്മായിമ്മേനെയൊക്കെ പറ്റിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജ് കിട്ടും. ഞാനൊരു കൊച്ചു ഉദാഹരണം പറയാം. ഡൽഹിയിലായിരുന്ന അവസരത്തിൽ
അവിടെ ഒരു വീട്ടില് ഒരു പെണ്ണും ചെറുക്കനും കൂടെ അവിടെ എയിംസ് ഹോസ്പിറ്റൽ നേഴ്സുമാരാണ് അവിടെ താമസിക്കാൻ വന്നു. അപ്പൊ അവരുടെ വീട് വെച്ചിരിക്കാൻ പറഞ്ഞു. അവരുടെ വീട് കല്യാണം കഴിഞ്ഞിട്ട് അധിക ദിവസങ്ങളൊന്നും ആയിട്ടില്ല. അവിടെ ചെന്ന് അവരുടെ വീടൊക്കെ വെച്ചിരിച്ചു കഴിഞ്ഞു. അപ്പൊ ഭർത്താവ് ചെറുക്കൻ ഓപ്പോസിറ്റ് കസേര ഇരിക്കുന്നു, ഞാൻ അതിന്റെ ഇപ്പുറത്തെ കസേര ഇരിക്കുന്നു, പെണ്ണ് ഭിത്തി ചാരി നിൽക്കുന്നു. ഞങ്ങളുടെ വർത്തമാനം കേട്ടുകൊണ്ട് നിൽക്കുന്നു. വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ട കാഴ്ച, ഭർത്താവ് ഈ ചെറുക്കൻ ഭാര്യയെ നോക്കുക മാത്രമല്ല എന്നൊരൊച്ച ചോദിച്ചു. എന്താ വെച്ചാൽ എന്നൊരൊച്ച മലയാളത്തിൽ എന്ത് പറയും? മൊരട കാറ്റുക എന്ന് പറയും എന്നൊരൊച്ച. ഈ ഒച്ച കേട്ട ഭാര്യ അകത്തോട്ട് പോയി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വന്നപ്പോൾ ഭാര്യയുടെ കയ്യിൽ ചായയും ബിസ്ക്കറ്റും. അപ്പോൾ ഭർത്താവ് ഭാര്യയെ നോക്കി എന്ന് കേൾപ്പിച്ച ഒച്ചയുടെ അർത്ഥം എന്ത്? എടി നീ ഇവിടെ വെറുതെ നിൽക്കാതെ നീ പോയി ചായ എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് എനിക്കത് മനസ്സിലായില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ന്യൂജൻ ഭാഷയായിരിക്കും, കൊള്ളാം എന്നൊരൊച്ച. ഞാൻ തിരിച്ചു ചെന്ന് ധ്യാനകേന്ദ്രത്തിൽ ചെന്നൊരു ഹിന്ദിക്കാരൻ ചേർക്കൻ അവിടെ ചായ അവിടെ ഭക്ഷണമൊക്കെ വളർത്താൻ നിൽക്കുന്നത് അവനാ. അപ്പൊ അവനെ നോക്കി ഞാൻ ചിരിച്ചു എന്നൊരൊച്ച. അപ്പൊ അവൻ എന്നോട് ചോദിച്ചു, ഗരംപാനി വേണോ, തൊണ്ടയ്ക്ക് വേദന ഉണ്ടോ എന്ന് അവൻ ഉദ്ദേശിച്ചത്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവിടെ വർക്കൗട്ട് ആയില്ല, അത് അവിടെ മാത്രം മനസ്സിലാക്കും. അത് ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രം കർത്താവ് കൊടുത്തൊരു ഭാഷയാണ്. അതേ നിങ്ങൾ ചിന്തിച്ചോ, നിങ്ങളുടെ ജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രമായി കർത്താവ് ചില ഭാഷകൾ നൽകും. സ്നേഹത്തിന്റെ ഭാഷ. ഇത് നാളുകൾ കഴിയുമ്പോൾ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം പരിശുദ്ധാത്മാവ് നിർവീര്യമാവും. ഉദാഹരണത്തിന് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതനുസരിച്ച് അതിന്റെ ചാർജ് കൂടുകയോ കുറയുമോ? കുറയും. അപ്പൊ കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചാർജ് കുത്തിവെക്കും അല്ലെ? നമ്മൾ കുത്തിവെക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി ഞാൻ ചാർജ് കുത്തിവെച്ചു. നേരം കൂടെ നോക്കിയപ്പോൾ ചാർജ് കയറിയില്ല. ഷെടാ, സ്വിച്ച് ഓൺ ആക്കാൻ മറന്നു. ഞാൻ വിചാരിച്ച് ചാർജ് കയറിയത്, പക്ഷെ ചാർജ് കയറിയിട്ടില്ല. കാരണം പ്രോപ്പർ അല്ലെന്ന്, അവിടെ സ്വിച്ച് ഇട്ടിട്ടില്ല. പിന്നെ ഞാൻ സ്വിച്ച് ഒക്കെ ഇട്ട് ഒന്നും കൂടെ ഊരി കുത്തിയൊക്കെ ചെയ്തു. കാരണം മേക്ക് ഷുവർ ഇത് ചാർജ് കയറി. ചാർജ് ഇല്ലെങ്കിൽ ഈ മൊബൈൽ കൊണ്ട് വല്ല ഗുണമുണ്ടോ? നിന്റെ കയ്യിൽ ഇരിക്കുന്ന 1.5 ലക്ഷം രൂപയുടെ മൊബൈലാണെന്ന് പറഞ്ഞാലും ചാർജ് ഇല്ലെങ്കിൽ ഒരു ഗുണവുമില്ല. ചിലരുടെ കാര്യം ഇങ്ങനെയാണ്, കാണാൻ കൊള്ളാം, ഒരു ഗുണവുമില്ല. മനസ്സിലാവുന്നുണ്ടോ? ആവും. അതായത് ശരിയാണ്, പേരുണ്ട്, പ്രശസ്തിയുണ്ട്, ആരോഗ്യമുണ്ട്, അതുണ്ട്, ഇതുണ്ട്, വീട്ടുപേരുണ്ട്, ജോലിയുണ്ട്, എല്ലാം ഉണ്ട്, കൊള്ളാം. പക്ഷെ ഒരു കാര്യത്തിന് കൊള്ളയില്ല, ഗുണമില്ല. ഗുണം വരണമെങ്കിൽ നിന്റെ ഉള്ളിൽ ചാർജ് വേണം. ഈ ചാർജാണ് പരിശുദ്ധാത്മാവ്. നീ ഉപയോഗിക്കുന്നതനുസരിച്ച് നിന്റെ ജീവിതം മുന്നോട്ട് നീങ്ങുന്നതനുസരിച്ച് നിന്റെ ഉള്ളിലെ ചാർജ് കുറയും. ചാർജ് കുറയുമ്പോൾ സിഗ്നൽ കിട്ടും. മൊബൈലിൽ ബാറ്ററി ഡൗൺ ആയി വന്ന് നിൽക്കുമ്പോൾ അവസാനത്തെ സ്റ്റേജിൽ എന്ത് വരും? ആദ്യം 20 ഉള്ളത് കാണിക്കും, 10 ഉള്ളത് കാണിക്കും, 5 അവസാനം റെഡ് വന്ന് നിൽക്കും. അപ്പൊ ഓർത്തോണം, ചാർജ് ഇല്ലെങ്കിൽ നിന്റെ കുടുംബ ജീവിതം മുന്നോട്ട് നീങ്ങുന്നില്ല. ഇത് കൃത്യമാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ തന്നെ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ശുശ്രൂഷയൊക്കെ നടത്തുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ചാർജിങ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാവുന്ന ചാർജിങ് നമ്മുടെ ജീവിതത്തിൽ വേണം. ഇല്ലെങ്കിൽ പരസ്പര ബന്ധങ്ങൾ നിലനിൽക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്തേക്ക് നാമൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ ചാർജ് വേണം. കൃത്യമായിട്ട് പറയണം, ഇല്ലെങ്കിൽ വേറെ വല്ല ചാർജാണെന്ന് വിചാരിക്കും. പരിശുദ്ധാത്മാവിന്റെ ചാർജ് കേട്ടോ, പരിശുദ്ധാത്മാവിന്റെ ചാർജ്. കാരണം ബുദ്ധിയുള്ളവരാണ് ഇവിടെ ഉള്ളത്. ചാർജ് വേണമല്ലോ, അന്ന് ചാർജ് അടിച്ചേക്കാം. ആ ചാർജ് അല്ല, ഇത് പരിശുദ്ധാത്മാവാകുന്ന ചാർജ്. പരിശുദ്ധാത്മാവാകുന്ന ചാർജ് നമ്മുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ ഒരു ബന്ധവും നിലനിൽക്കത്തില്ലെന്ന്. ഈ സ്നേഹത്തിന്റെ ഭാഷയുണ്ടല്ലോ, അത് പയ്യമാകും. ഞാൻ ആദ്യം പറഞ്ഞ ഭാര്യയും ഭർത്താവും. അപ്പൊ ഇവര് എന്റെ മുമ്പിൽ നിന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ടിരിക്കുമ്പോ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്താ പറ്റിയത്? അപ്പൊ ഈ ഭാര്യ പറഞ്ഞു, എന്റെ പൊന്നു ചേട്ടാ, എന്നോട് വലിയ സ്നേഹമായിരുന്നു അച്ഛാ, എന്നോട് വലിയ സ്നേഹമായിരുന്നു ചേട്ടൻ, പക്ഷെ ഇപ്പോ സ്നേഹമില്ല. അപ്പൊ ഈ ഭർത്താവ്, എടി നീ എന്തോ പറയുന്നത്, നിന്നോട് എനിക്ക് സ്നേഹം ഉണ്ടല്ലോ. അല്ലെന്നേ, ചേട്ടൻ പണ്ട് എന്നെ മോളെ എന്നൊക്കെ എന്നെ വിളിച്ചോണ്ടിരുന്നത്, ഇപ്പൊ എന്നെ വിളിക്കുന്നില്ലല്ലോ. അപ്പൊ ഭർത്താവ്, എന്റെ പൊന്നച്ഛൻ, ഞാൻ ഇവിടെ മോളെ എന്നാ വിളിക്കുന്നു. ഉടനെ തന്നെ ഭാര്യ, ശരിയാ മോളെ എന്നാ വിളിക്കുന്നു, പക്ഷെ അതിന് മുമ്പും ശേഷവും ഡാഷ് മോളെ എന്നായി മാറിയതേ ഉള്ളൂ. പണ്ട് മുഖത്ത് നോക്കി മോളെ എന്ന് വിളിച്ചിരുന്നു, ഇപ്പോൾ മോളെ അല്ലെ. ആ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷയിൽ തന്നെ വ്യത്യാസം വന്നു, രീതികളിൽ വ്യത്യാസം വന്നു.
പണ്ട് അടുത്തിരിക്കാൻ ഇഷ്ടമായിരുന്നു, മുഖത്ത് നോക്കി വർത്തമാനം പറയാൻ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ നമുക്ക് തൊട്ടടുത്തിരിക്കുമ്പോൾ പോലും ഇറിറ്റേറ്റഡ് ആവുന്നു, അസ്വസ്ഥമാവുന്നു. മണിക്കൂറുകൾ മുഖത്ത് നോക്കി സ്നേഹത്തോടെ സംസാരിക്കുമായിരുന്നു. എന്നാൽ ഇന്നെന്ത് പറ്റുന്നു? ഭാഷയ്ക്ക് വ്യത്യാസം, നമ്മുടെ സ്വഭാവ ശൈലിക്ക് വ്യത്യാസം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവാകുന്ന ചാർജ് കുറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ നമ്മുടെ സ്വഭാവത്തിൽ പ്രകടമാവും, ചിന്തകളിൽ പ്രകടമാവും. അത് കുടുംബ ജീവിതത്തിൽ മാത്രമല്ല കേട്ടോ, ഏത് ജീവിതാവസ്ഥയിൽ നിങ്ങൾ പഠിച്ചോ. ഒരു വൈദികൻ ഈ പരിശുദ്ധാത്മാവാകുന്ന ചാർജ് ഇല്ലെങ്കിൽ നമ്മൾ വല്ലാണ്ട് ഡൗൺ ആവും, അന്തരീക്ഷം മാറും. കൂടെയുള്ളവർ പറയുന്നത് മനസ്സിലാക്കുന്നതിന് നമുക്ക് പറ്റാതെ വരും. ഏറ്റവും വലിയ പ്രശ്നം അതാണ്, കൂടെയുള്ളവർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ശ്രദ്ധിപ്പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തില് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം, അവിടെ ബാബേൽ ഗോപുരം എന്ന് പറയുന്ന ഒരു ഗോപുരത്തെ കുറിച്ച് വചനമുണ്ട്. ഒന്ന് വായിച്ചാലോ? ഉൽപ്പത്തി പുസ്തകം 11-ന്റെ 9-ാം തിരുവചനം. 11:9 ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 11 വേഴ്സ് 9. കിട്ടിയോ? അതുകൊണ്ടാണ് ആ സ്ഥലത്ത് ബാബേൽ എന്ന് പേരുണ്ടായത്. ബാബേൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അവിടെ വെച്ചാണ്. ബാബേൽ എന്ന വാക്കിന്റെ അർത്ഥം കൂട്ടിക്കുഴയ്ക്കുക, ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നിങ്ങനെയാണ് ആ വാക്കിന്റെ അർത്ഥം. ബാബേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കുളമാവും. ബാബേൽ സംസ്കാരം എന്ന് പറയുന്നത് ഒരു കൾച്ചർ. ആ കൾച്ചർ പരസ്പരം ആശയവിനിമയം ഉണ്ടായിരുന്നവരെ തമ്മിൽ തല്ലിക്കും. ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരെ തമ്മിൽ തല്ലിക്കുന്ന ഒരു സംസ്കാരം, ബാബേൽ കൾച്ചർ. അത് നമ്മുടെ വീട്ടിലുണ്ടാവും, അത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വരും, നമ്മുടെ കുടുംബ വാർഡ് കൂട്ടായ്മയിൽ വരും, നമ്മുടെ ഇടവകയിൽ വരും, നമ്മുടെ ദേശത്തുണ്ടാവും. നമ്മൾ ശ്രദ്ധിച്ചോളൂ, പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിലൊക്കെ അല്ലെ, സഭാപരമായിട്ടുള്ള ഒത്തിരി ഇഷ്യൂസ് ഒക്കെ നമ്മൾ കണ്ടും കേട്ടിരിക്കുവോ? നിങ്ങൾ ചിന്തിച്ചോ, ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത് മറ്റു മതങ്ങളിൽ നിന്നാണോ കത്തോലിക്കരെ ഭീഷണിപ്പെടുത്തുന്നത്, അസ്വസ്ഥപ്പെടുന്നതല്ല, നമ്മളെ തന്നെ അല്ലേ? നമ്മൾ റീത്തുകൾ തമ്മിൽ, രൂപതകൾ തമ്മിൽ, നീ എവിടുത്തുകാരൻ, തൃശ്ശൂരുകാരൻ, ഞാൻ എറണാകുളം, നീ ചങ്ങനാശ്ശേരി, നീ പാലാ, നീ കാഞ്ഞിരപ്പള്ളി, തലശ്ശേരി, താമരശ്ശേരി, ഇത് എന്ന് മുതൽ ഇങ്ങനെ ഒരു ഡിവിഷൻ വരുന്നത്? ഓർത്തോണം, ഒരേ ജീവിത വഴിയിൽ സഞ്ചരിക്കുന്നവർ പരസ്പരം തമ്മിൽ തല്ലാൻ തുടങ്ങുന്നത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കുറയുമ്പോഴാണ്. നിങ്ങൾ ഓർത്തോണം, പരിശുദ്ധാത്മാവ് ഐക്യത്തിന്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് കൃത്യവ്യക്തമാണ്. കുടുംബങ്ങളിൽ ആശയക്കുഴപ്പമല്ല ഉണ്ടാക്കുന്നത്, ഒരിടവകയിൽ ഡിവിഷൻ അല്ല ഉണ്ടാക്കുന്നത്, മറിച്ച് പരിശുദ്ധാത്മാവ് സ്നേഹത്തിന്റെ കൂട്ടായ്മയാണ്, പരസ്പരം ഒരുമിപ്പിക്കും. ശ്രദ്ധിപ്പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഇന്നത്തെ ശുശ്രൂഷയിലുടനീളം നമ്മുടെ കുടുംബങ്ങളിൽ ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അത് നമ്മുടെ കുടുംബങ്ങളിൽ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഇവിടെ താമസിക്കുന്ന ദേശത്ത്, നാടിന്റെ കൾച്ചറിനോട് കുറെ കാര്യങ്ങൾക്ക് വ്യത്യാസമുള്ള ഒരു ദേശത്ത്, പ്രത്യേകിച്ച് ഒത്തിരി മാതാപിതാക്കൾ മക്കളോടുള്ള ബന്ധങ്ങളിലൊക്കെ വല്ലാണ്ട് ഭാരപ്പെടുന്നുണ്ട്. ഭാര്യ ഭർത്ത ബന്ധത്തിൽ വലിയ ഭാരങ്ങളുണ്ട്. ഈ ഭാരങ്ങളെല്ലാം നമ്മൾ സമർപ്പിച്ച് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. നമ്മുടെ കുടുംബത്തില് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വേണം. ശ്രദ്ധ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ച്, വളരെ പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കുടുംബത്തിൽ ഇന്ന് ഏതെങ്കിലും തരത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. ഈശോയെ, അത്ഭുതകരമായ ഒരു ദൈവശക്തി ഞങ്ങളുടെ കുടുംബങ്ങളിൽ വേണം, ഞങ്ങളുടെ ജീവിത ശൈലികളിൽ വേണം. പരിശുദ്ധാത്മാവ് അത്ഭുതകരമായി നമ്മളിൽ ഇടപെടണം. പ്രത്യേകിച്ച് നിങ്ങളുടെ ബന്ധങ്ങളിൽ പരസ്പരം മനസ്സിലാക്കാൻ പറ്റാതെ പരസ്പരം അസ്വസ്ഥതയിൽ കഴിയുന്നുണ്ടോ? ഒരു കൊച്ചു നീരസം പോലും ആവാം. പിശാച് വളരെ ശക്തനാണ്. അവൻ വന്ന് നമ്മുടെ കുടുംബത്തിലെ സ്നേഹബന്ധങ്ങളെ അസ്വസ്ഥപ്പെടുത്തും. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം, ഭാര്യ ഭർത്താവും തമ്മിലുള്ള സ്നേഹം ഈ പിശാച് കൊണ്ടുവന്ന് ആശയക്കുഴപ്പം സൃഷ്ടിച്ച് ഉള്ള സ്നേഹം മുഴുവൻ നഷ്ടപ്പെടുത്തിക്കളെ. ഈശോയെ, ഇന്നത്തെ ദിവസത്തിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവെ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണം. അതിനുവേണ്ടി ആഗ്രഹിക്കണം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം, ദൈവസന്നിധിയിൽ ഉയർത്തിപ്പിടിക്കാം. പരിശുദ്ധാത്മാവെ, ഇന്നത്തെ ദിവസത്തെ ശുശ്രൂഷയിൽ ഞങ്ങളുടെ കുടുംബത്തില്, ബന്ധങ്ങളില് പരിശുദ്ധാത്മാവ് അത്ഭുതകരമായിട്ട് നിറയണം.
ആത്മാവെ, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഞങ്ങൾക്ക് വേണം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു നമുക്ക് എല്ലാവർക്കും ഒരു അല്പസമയം ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാം. നാവ് തുറന്ന്, ഹൃദയം തുറന്ന്, ദൈവമേ ഞങ്ങളുടെ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ കുറവുകളെ അംഗീകരിക്കാനുള്ള കൃപ നൽകണമേ. പരിശുദ്ധാത്മാവെ, അത്ഭുതകരമായി ഞങ്ങൾ പ്രവർത്തിക്കണമേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. നാവ് തുറന്ന് വിളിക്കട്ടെ, ഈശോയെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കർത്താവ് നമുക്ക് നല്ല ഒരു അനുഗ്രഹത്തിന്റെ ദിവസം ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഒരു ആഗ്രഹം, നമ്മുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തന്ന ഒരു ആഗ്രഹം കൂടെ പറയട്ടെ. നമ്മൾ ഇന്ന് ഈ പരിശുദ്ധ കുർബാന പങ്കെടുക്കാൻ പോകുന്നത് കുടുംബമായിട്ടാണ്. എങ്ങനെയാണ്? കുടുംബമായിട്ടാണ്. അപ്പൊ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന നിപ്പെന്ന് പറഞ്ഞാൽ ഒരു വശത്ത് സ്ത്രീകൾ, മറ്റൊരു വശത്ത് പുരുഷന്മാർ. അതിന് പകരം നമ്മൾ കുടുംബമായി നിന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പോവാണ്. അതിനാദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയാവോ? ഭാര്യയും ഭർത്താവുമായി വന്നിട്ടുള്ളവര് അടുത്തടുത്ത് നിൽക്കണം. അപ്പൊ എന്ത് ചെയ്യണം? ഭാര്യ ഭർത്താവിന്റെ അടുക്കലോട്ടോ, ഭർത്താവ് ഭാര്യയുടെ അടുക്കലോട്ടോ പോകണം. മക്കളുണ്ട്, മക്കളെയും കൂടെ തെരഞ്ഞു പിടിച്ച് നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിർത്തണം. ഓക്കെ, ഓൾ ദ ചിൽഡ്രൻ ഗോ ടു യുവർ പേരൻറ്റ്സ്. എല്ലാ കുട്ടികളും അപ്പനും അമ്മയുടെ അടുത്ത് കണ്ടുപിടിച്ച് പോവുക. പൊക്കെ ഇതിന്റെ അകത്ത് എവിടെയെങ്കിലും ഒക്കെ സ്ഥലം ഉണ്ടാവും, കണ്ടുപിടിച്ചോ. സഹോദരിമാരെ, ഭർത്താവ് കേട്ടോ, ഭാര്യ ഭർത്താവിന്റെ അടുക്കലോട്ട് പോകെ, സ്വന്തം ഭർത്താവിന്റെ അടുക്കലേ പോകാവുള്ളൂ. ശ്രദ്ധിക്കണം. എന്നിട്ട് മുൻവശത്തൊക്കെ കയറി ഫാമിലി കുടുംബമായിട്ട് കിട്ടുന്നവര് മുൻവശത്തോട്ട് വന്നേ, മുൻവശത്തോട്ട് വായി കേട്ടോ. ഇനിയിപ്പോ ഒറ്റയ്ക്ക് നിൽക്കുന്നവരുണ്ടാവും, വിഷമിക്കേണ്ട കാര്യമില്ല, അവർക്കും വഴികളുണ്ടാക്കാം കേട്ടല്ലോ. ഭാര്യയും ഭർത്താവും കിട്ടുന്നവര് ഈ മുൻവശത്തോട്ട് വന്നോളൂ. ഭാര്യയും ഭർത്താവും ഉള്ളവര് ഈ മുൻവശത്ത് ഇങ്ങോട്ടൊക്കെ വാ, സ്ത്രീകളുടെ ഭാഗത്തോട്ട് പോകാം. കുറച്ച് ഭർത്താക്കന്മാരെ ഇങ്ങോട്ട് പോന്നേ. ബേസ്മെന്റിൽ ഇരിക്കുന്നവർക്ക് വേണമെങ്കിൽ ഈ ചുറ്റുവട്ടത്തൊക്കെ വന്നാൽ നിൽക്കാൻ സ്ഥലമൊക്കെ തരാം. പ്രത്യേകിച്ച് ഇവിടെ തന്നെ പള്ളിയോട് ബന്ധപ്പെട്ട് ശുശ്രൂഷ കാണത്തക്ക തരത്തിൽ നമ്മുടെ ഈ സ്ഥലത്തോട് ചേർന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. ഓഡിറ്റോറിയത്തിന്, അതായത് നമ്മുടെ കാർ പാർക്കിങ്ങിന്റെ അവിടെയൊക്കെ സ്ഥലം ക്രമീകരിച്ചിട്ടുണ്ട്. ഭർത്താവിനെ പോയി വിളിച്ചോണ്ട് പോയി ഇവിടെ നിർത്ത്. റൈറ്റ് സൈഡിലോട്ട് വന്നേ. കുറച്ച് ഭർത്താക്കന്മാരെ നിങ്ങൾ വലതുവശത്തോട്ട് വന്നേ. കുറച്ച് ഭർത്താക്കന്മാർ വലതുവശത്തോട്ട് വന്നേ. വായോ. വെരി ഗുഡ്, വെരി ഗുഡ്. ഈ സൈഡിലോട്ട് ഇങ്ങോട്ട് പോ. ഭാര്യയും ഭർത്താവും. ഇനിയിപ്പോ അമ്മയും മകളും മാത്രമേ ഉള്ളെങ്കിൽ ആയിക്കോട്ടെ, അമ്മയും മകളും മാത്രം. ഓക്കെ. ഇനി അപ്പനും മകനും ഉണ്ടെങ്കിൽ അപ്പനും മകളും, അപ്പനും മകളും എങ്കിൽ അപ്പനും മകളും. കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടാവും, ആരെങ്കിലും കണ്ടുപിടിക്കണം. എന്നിട്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, കയറിപ്പോയിട്ട് കണ്ടുപിടിച്ച ഇങ്ങോട്ട് സ്ഥലമുണ്ട്. ഈ സൈഡിലോട്ട് കയറില്ല, റൈറ്റ് സൈഡിലോട്ട്. ഈ നിൽക്കുന്ന പുരുഷന്മാർക്ക് ആർക്കും ഭാര്യമാരില്ലാത്തവരാണ്. വായോ, ഈ സൈഡിലോട്ട് പോയി, ഇങ്ങോട്ട് പോയി. ഇച്ചിരി കഷ്ടപ്പാടാണ്. പ്രദേശം ഒന്ന് സഹായിച്ച ഭാര്യയും ഭർത്താവും മക്കളും കേട്ടോ, അടുത്തടുത്ത് ഉള്ളവര്. ഇനി ഇല്ലാത്തവര് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് ക്രമീകരിക്കാം. വളരെ ശ്രദ്ധിച്ചു വേണം. തൊട്ട് സ്വന്തം ഭാര്യയുടെ അടുക്കലോട്ടെ പോകാവൂ. മുൻവശത്തോട് കയറി. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പറഞ്ഞ് ക്രമീകരിക്കും. ഇനി വീട്ടിൽ അമ്മാമ്മയുണ്ട്, അപ്പാപ്പനുണ്ടെങ്കിൽ അതിനെ കൊണ്ട് പോകണം ആ വീട്ടിലോട്ട് കേട്ടോ. ആ വീട്ടിലുണ്ടാവണം. ആ സ്ഥലത്ത് ഈ നീലറിൽ ഇരിക്കുന്നവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് കൊടുത്താൽ ബാക്കിയുള്ളവർക്കൊന്ന് ക്രമീകരിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇരിക്കാം. സ്ഥലം ക്രമീകരിക്കും. ഈ സൈഡിലോട്ട് ഇനിയും വരാം. അവിടെ നിൽക്കുന്നവർ ഈ സൈഡിലോട്ട് വരും. നടുക്ക് ഇങ്ങനെ ഒരു ഗ്യാപ്പ് വേണ്ട കേട്ടോ. നടുക്ക് ഗ്യാപ്പ് വേണ്ട. നമുക്ക് ഈ ഉള്ള സ്ഥലം നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഭാര്യയും ഭർത്താവും മക്കളും ഉണ്ടെങ്കിൽ അങ്ങനെ. ഇനിയിപ്പോൾ അമ്മയും മകളും ഉണ്ടെങ്കിൽ ഉള്ളത്. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കേട്ടല്ലോ.
ആ പുറകിലൊക്കെ ഇരിക്കുന്നവരൊന്ന് എഴുന്നേക്കാവോ? VIP-കളായിട്ട് കുറച്ചുപേർ ഇരിപ്പുണ്ട്. അവരെവിടുന്ന് വന്നവരാണാവോ? നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇരിക്കുന്നവരൊന്ന് എഴുന്നേക്കും, ആദ്യം ഒന്ന് എഴുന്നേക്കൂ. വിഷമിക്കണം. നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. ഞങ്ങളൊക്കെ ഇങ്ങനെ ഒറ്റപ്പെട്ടവരാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോകണം. അപ്പൊ നിങ്ങളൊന്ന് ക്രമീകരിക്കണം. പുറയിലൊക്കെ ഇരിക്കുന്നവർക്ക് സ്ഥലമൊക്കെ കൊടുക്കണം കേട്ടല്ലോ. എന്നിട്ട് കുടുംബമായിട്ട് നിൽക്കുന്നവരുടെ സ്ഥലവും സൗകര്യമൊക്കെ ഉണ്ട്. ഇത് ഇങ്ങോട്ടൊക്കെ ഇച്ചിരുടെ ഒതുങ്ങി നിന്നത് പേടിക്കണ്ട. ഇച്ചിരി ഞെരുക്കം നല്ലതാണ്. വല്ലപ്പോഴും ഇങ്ങനെ കുടുംബമായിട്ട് നിൽക്കണം. ഭാര്യയും ഭർത്താവും മക്കളും ഉണ്ടെങ്കിൽ അങ്ങനെ, ഇനി ഇല്ലാത്തവരങ്ങനെ കണ്ടുപിടിക്കുക. ഇനി ആർക്കെങ്കിലും ഭാര്യനെ കിട്ടിയിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ കൈപ്പൊക്കാം. എന്താ വെച്ചാൽ ഇവിടെ കണ്ടുണ്ട്, ഇവിടെ കണ്ടുണ്ടോ അറിയത്തില്ല. ഇതേ ആ ചേട്ടൻ കൈപ്പൊക്കുന്നു. അപ്പൊ ആ ചേട്ടന്റെ ഭാര്യ കൈപ്പൊക്കിട്ടില്ലല്ലോ, അതിങ്ങോട്ട് വേറെ ഒരിടത്ത് പോയോ? ഇതേ അവിടെ ഒരു ചേട്ടൻ കൈപ്പൊക്ക് നിൽക്കുന്നുണ്ട്. വേറെ ആരെങ്കിലും? ഓൾട്ടർ ബോയ്സ് വേണമെങ്കിൽ അങ്ങോട്ട് പോക്കോ, സ്വന്തം വീട്ടിൽ പോക്കോ. ഇന്നത്തെ ഒരു ദിവസം വീട്ടിൽ പോയിരിക്കും, സമാധാനം ഉണ്ടാവും. ഏതെങ്കിലും ഒരു ഓൾട്ടർ ബോയ് ഇവിടെ നിന്നാൽ മതി കേട്ടോ, ബാക്കി എല്ലാവരും പോക്കോ. ഓൾട്ടർ ബോയ്സ് ഒക്കെ ഇന്ന് വീട്ടിൽ പോയിരുന്നു കേട്ടോ. സ്വന്തം വീട്ടിൽ പോയിരുന്നു. നടുക്ക് വഴി ഇടണ്ട കേട്ടോ, നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ജീവിത പങ്കാളിയെ ഒന്ന് കണ്ടുപിടിച്ച്. ചിലപ്പോൾ ചിലർക്ക് വലിയ താല്പര്യമൊന്നും കാണത്തില്ല, എന്നാലും കണ്ടുപിടിക്കണം. ഓൾട്ടർ ബോയ്സ് എല്ലാം പോക്കോ, കുഴപ്പമില്ല, വീട്ടിൽ പോയി. കുഞ്ഞുങ്ങള് കുടുംബത്തിൽ ഉണ്ടോ എന്ന് ഉറപ്പിക്കണേ. തീരെ പൊടികള് അവിടെ ഇവിടെയൊക്കെ നടന്ന് കരയുന്നുണ്ടെന്ന് അറിയിപ്പ് കിട്ടി. മാതാപിതാക്കൾ മറന്നുപോയോ അവരെ? ചില കുഞ്ഞുങ്ങൾ പീക്കിരികൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുമല്ലോ, ഒന്ന് കണ്ടുപിടിച്ചേ. കിട്ടിയോ? പേരൻസ് താഴത്തെ ബേസ്മെന്റിൽ ഇരിക്കുന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ അവരെ കൂട്ടിക്കൊണ്ട് പൊക്കോളൂ കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ നിൽക്കാം, നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ നിങ്ങൾ ബേസ്മെന്റിൽ ഇരിക്കുന്നവർ കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അവർ ചെയ്യേണ്ട കാര്യം അവരുടെ കുടുംബം ഒരുമിച്ച് നിന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രദ്ധിപ്പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി ഒന്ന് ഇരുന്ന് നോക്കിയാൽ എങ്ങനെ ഇരിക്കും നോക്കി. ഒന്ന് വെറുതെ ഒന്ന് ഇരുന്ന് നോക്കി. ഒന്ന് ശ്രമിച്ചേ, വെറുതെ ഒന്ന് ശ്രമിച്ചാൽ മതി. വിജയിക്കുമെന്ന് അറിയാൻ പറ്റും. ശ്രമിച്ചു നോക്കി. ചെറുതായിട്ടൊന്ന് ഇരുന്ന് നോക്കിയാൽ ഒളിച്ചിന് ഞെരുക്കം, നല്ല ഞെരുക്കം ഉണ്ടാവും. ചിലർക്ക് നീലറയിൽ ഇരുന്ന് ചീര കൊണ്ട് നിലത്തിരിക്കാൻ പറ്റുന്നില്ല എന്ന് വരും. സാരമില്ല, ഒരു ഇച്ചിരി ഞെരുക്കം നല്ലതാണ്, ചെറിയ ഞെരുക്കം. ഇങ്ങനെ ഞെരുകിയിരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു അനുഗ്രഹം. ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ അതെടുത്ത് അവിടെ നിന്ന് മാറ്റാവുന്നതല്ലേ. ആ പുസ്തകത്തിന്റെ സ്റ്റാൻഡ് മാറ്റാവുന്നതാണെങ്കിൽ മാറ്റിക്കാം കേട്ടോ. മാറ്റാവുന്നതാണെങ്കിൽ മാറ്റിക്കാം. അപ്പൊ നിങ്ങൾക്ക് അവിടെ കണ്ടു ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് ഫാമിലിയൊക്കെ വന്നതിന് അവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കാം. ആ പാട്ടുകാരുടെ സ്ഥലത്ത് നല്ല ഫുട്ബോൾ കളിക്കാനുള്ള ഗ്രൗണ്ട് ഉണ്ട്, ആ സൈഡിലോട്ട് പോകാം. ആ സൈഡിലൊക്കെ സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചോളൂ കേട്ടോ. സൈഡിലൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ക്രമീകരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പൊതുവെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ശീലമില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ നന്നായിട്ടൊക്കെ വിശാലമായിട്ടൊക്കെ ഇരുന്ന് സ്വസ്ഥമായിട്ട് ഇരുന്ന് ശീലമുള്ളവരാണ്. നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത് വലിയൊരു അനുഗ്രഹമാണ്. ഇതിന്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ പള്ളി വിശാലമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ലെന്ന് കേട്ടില്ല. ഉണ്ടോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങളൊരു 100 ഏക്കർ സ്ഥലം വാങ്ങി പള്ളി പണിയാണോ? പള്ളി പണിയാൻ പള്ളി വിശാലമാക്കാനൊക്കെ ആഗ്രഹമുണ്ടല്ലോ അല്ലേ? ഇത് പുറകോട്ടൊക്കെ സ്ഥലം കിട്ടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പൊ അത് ആഗ്രഹിക്കുന്ന നല്ലതാണ്. ഇനി മറ്റൊരു കാര്യം പറയാം. അതായത് നിങ്ങൾ ഇങ്ങനെ ഈ ഞെരുക്കത്തിൽ നിങ്ങൾ ആയിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്കൊരു ഐക്യമുണ്ട്, യൂണിറ്റി ഉണ്ട്. നിങ്ങൾ അറിയുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
നിങ്ങൾ എന്നാണോ വിശാലമായ വലിയ സംഭവത്തിലോട്ട് മാറുന്നത്, അന്ന് സാവധാനം നമുക്ക് നഷ്ടപ്പെടുന്നതാണ് ഐക്യം. ഇപ്പൊ നിങ്ങളുടെ ഈ ഞെരുക്കത്തിൽ നിങ്ങൾക്ക് വലിയ സ്നേഹമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞെരുക്കമുള്ളത് നല്ലതാണ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു ഈ ഞെരുക്കമുള്ളത് നല്ലതാണ്. ഈ ഞെരുക്കമുള്ളത് നല്ലതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾക്കെല്ലാം വിശാലമായിട്ട്, നമ്മളൊക്കെ അങ്ങനെയല്ലേ, നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ വളർന്ന സാഹചര്യത്തിൽ നിന്ന് പുതിയ സാഹചര്യങ്ങളിലോട്ട് മാറുമ്പോൾ അതിന്റെ ഭാരമുണ്ടാവും. വലിയ വലിയ വീടൊക്കെ ആയപ്പോഴത്തേക്ക് സമാധാനമില്ല. പണ്ട് നമ്മൾ കിടന്നിരുന്ന വീട്ടില്, ചാണകം മെഴുകിയ വീട്ടില്, ഓലപ്പരയിൽ കിടന്നിരുന്ന് ജീവിച്ചവരൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് സന്തോഷം ഉണ്ടായിരുന്നു, സമാധാനം ഉണ്ടായിരുന്നു. ഇന്ന് 2 നിലയായി, വീടായി, സൗകര്യങ്ങളായി. അപ്പൊ സാവധാനം നമ്മുടെ സന്തോഷം, സമാധാനം കുറയും. അപ്പൊ ഇന്ന് നമുക്ക് വേണ്ടി ഈ ഒരു ഞെരുക്കത്തിനിടയിൽ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പോവാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ഈ കാലം മുന്നോട്ട് മാറിയതനുസരിച്ച് ജീവിത ശൈലികളിലൊക്കെ വ്യത്യാസം വന്നല്ലോ. 2 2-ലധികമോ മക്കളുള്ള കുടുംബത്തിൽ ജനിച്ചവർ ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കാവും. 2 2-ലധികമോ മക്കളുള്ള കുടുംബത്തിൽ ജനിച്ചവർ. താഴെ ബേസ്മെന്റിൽ ഇരിക്കുന്നവര് കൈ പൊക്കിക്കോണം ഉണ്ടെങ്കിൽ. കൊള്ളാം. 3 3-ലധികമോ മക്കളുള്ള കുടുംബത്തിൽ ജനിച്ചവർ. 3 3-ലധികമോ മക്കളുള്ള കുടുംബത്തിൽ ജനിച്ചവർ. 4 4-ലധികമോ മക്കളുള്ള കുടുംബത്തിൽ ജനിച്ചവർ. ചിലര് എണ്ണം തുടങ്ങിയത് ഇപ്പോഴാണ്. 4 4-ലധികമോ മക്കളുള്ള കുടുംബത്തിൽ ജനിച്ചവർ. 5 5-ലധികമോ മക്കളുള്ള കുടുംബത്തിൽ ജനിച്ചവർ. 6 6-ലധികമോ മക്കളുള്ള കുടുംബത്തിൽ ജനിച്ചവർ. 6 6-ലധികമോ മക്കളുള്ള കുടുംബത്തിൽ ജനിച്ചവർ. 7 7-ലധികമോ മക്കളുള്ള കുടുംബത്തിൽ ജനിച്ചവർ. ഒരുങ്ങി വന്നിരിക്കുക അല്ലേ? 7 7-ലധികമോ മക്കളുള്ള കുടുംബത്തിൽ ജനിച്ചവർ. 8 8-ലധികമോ മക്കളുള്ള കുടുംബത്തിൽ ജനിച്ചവർ. 9 9-ലധികമോ മക്കളുള്ള കുടുംബത്തിൽ ജനിച്ചവർ. 10 10-ലധികമോ 10-ലധികമോ മക്കളുള്ള കുടുംബത്തിൽ ജനിച്ചവർ മാത്രം ഒന്ന് എഴുന്നേറ്റ് തന്നെ. 10-ലധികമോ മക്കളുള്ള കുടുംബത്തിൽ ജനിച്ചവർ. വെരി ഗുഡ്. ഇപ്പോഴാണ് എണ്ണിയത്. എത്ര നേരം എത്തി വരുന്നത്? ഇപ്പോഴാണ് LC ബാബു. ശരിയാണോ? 10-10-ലധികമോ മക്കളുള്ള കുടുംബത്തിൽ ജനിച്ചവർ. ഒരു കാര്യം ചെയ്യാവോ, അവരെ മാത്രം ഈ അൾത്താരയിലോട്ട് ഒന്ന് കയറ്റി വിട്ടെ. ഇടയ്ക്കൂടെ ഒന്ന് കയറ്റി വിട്ട് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാ. ഇച്ചിരി ഞെരുക്കുണ്ട്, പോരട്ടെ. വണ്ടി ഇങ്ങോട്ട് സാവധാനം. താഴെ ഓഡിറ്റോറിയത്തിലുള്ളവർ ഇവിടെ നിന്നോ കേട്ടോ, അങ്ങോട്ട് നോക്കിയിരുന്നോ, ജനങ്ങളൊന്ന് കണ്ടോട്ടെ. 10-10-ലധികമോ മക്കളുള്ള കുടുംബത്തിൽ ജനിച്ചവർ അൾത്താരയിലോട്ട് വരാം. താഴെ ഓഡിറ്റോറിയത്തിലും എണ്ണി നോക്കി 10-10-ലധികമോ മക്കളുള്ള കുടുംബത്തിൽ ജനിച്ചവർ മാത്രം മുൻവശത്തോട്ട് വരാം. അവരൊന്ന് കയറ്റിവിടുക. ഞെരിക്ക് കയറ്റിവിടുക. 10-10-ലധികമോ മക്കളുള്ള കുടുംബത്തിൽ ജനിച്ചവർ താഴെ എങ്ങാനും ഉണ്ടോ? ഓഡിറ്റോറിയത്തിലുണ്ടെങ്കിൽ അവരെ കയറ്റിവിടണം കേട്ടോ. 10-10-ലധികമോ മക്കളുള്ള കുടുംബത്തിൽ ജനിച്ചവർ. ഇതെന്തിനാണെന്നറിയാവോ? അതായത് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. കാരണം അവരുടെ വീട്ടിൽ 1 1.5 ഉള്ളൂ. അപ്പോഴാണ് 7 8 9 10 എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നില്ല അല്ലേ? ചേച്ചിമാരെ അവരൊന്നും കയറ്റിവിട്ടെ. കൊള്ളാം കയറ്റിവിടും. താഴെ ഓഡിറ്റോറിയത്തിൽ ആരെങ്കിലും ഉണ്ടോ 10-10-ലധികമോ മക്കളുള്ള കുടുംബത്തിൽ ജനിച്ചവർ? നല്ലൊരു കയ്യടി കൊടുത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കയ്യടി കിട്ടിയപ്പോഴത്തേക്ക് ഇവരുടെ വിചാരം ഇവർക്കുള്ള കയ്യടിയാണ്. ആക്ച്വലി ഇവർക്കല്ല. ആർക്ക് വേണ്ടിയിട്ടാണ് കൈയടിച്ചത്? ഇവരുടെ മാതാപിതാക്കൾക്കാണ് കൈയടിച്ചത് അല്ലേ? മനസ്സിലായിരുന്നു. പക്ഷെ ആ വരവ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് ഇതെല്ലാം കൂടെ ഏതോ ഒരു അവാർഡ് മേടിക്കാൻ വേണ്ടി വരുന്നവരെ തോന്നി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവരെ നമുക്കൊന്ന് പേര് ചോദിക്കാം. എത്ര മക്കളുള്ള വീട്ടിലെയാണ്? 10 മക്കൾ. പേര്? ജെയിംസ്. വീട് എവിടെയാ ജനിച്ചത്? കണ്ണൂർ ചെറുപുഴ. 10 മക്കളിൽ എത്രാമത്തെ ആളാണ്? 4-ാമത്തെ ആളാണ് ജെയിംസ്. ഷാജി. എത്ര മക്കൾ? 10 മക്കൾ. 5-ാമത്തെ അങ്കമാലി. 10 മക്കൾ എത്രാമത്തെ? 5-ാമത്തെ ആള്. കൊള്ളാം. ചേച്ചി? എന്റെ പേര് ജന്മ. 12 മക്കൾ. അവരൊക്കെ തോറ്റു. 12 മക്കൾ അല്ലേ? അല്ലൊക്കെ അതാണ് ഇങ്ങനെ വെറുതെ മിണ്ടാണ്ടിങ്ങടി ഇരുന്നല്ലേ. നിങ്ങളെല്ലാം തോറ്റു കഴിഞ്ഞിട്ട് കയറി വരുന്ന നമുക്കറിയില്ല. 12 മക്കൾ. അത് കൊള്ളാലോ. 12-ൽ എത്രാമത്തെ? 9 അല്ലേ? ശിഷ്യന്മാർ 12. പത്രോസ് ഉണ്ട്, യൂദാസ് ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട് അല്ലേ? എവിടെയാ നാട്ടില്? കണ്ണൂർ. എവിടെയാ? തലശ്ശേരി എന്ന് പറഞ്ഞാൽ തല ശരിയാക്കുന്നവരാണ് അല്ലേ? കണ്ണൂർ എന്ന് പറഞ്ഞാൽ കണ്ണ് ഊരിയെടുക്കുന്നവരാണ്. ഇപ്പോഴല്ല, നല്ല മനസ്സിലായി അല്ലേ? തലശ്ശേരിയിൽ എവിടെയാ?
തൊണ്ടി, അത് പേരാവൂര് തൊണ്ടി. തലശ്ശേരി അവിടെ കിടക്കുന്ന തൊണ്ടി അവിടെ കിടക്കും. ഇരിട്ടി പേരാവൂര് അല്ലേ? ആ കൊള്ളാം, അവിടെയാണ് ഇടവക. ആ 12 മക്കൾ. 12 മക്കൾ. ദൈവം അനുഗ്രഹിക്കട്ടെ. ചേച്ചി വാ. എൻ്റെ പേര് ലൈസ തോമസ്. ഞങ്ങളുടെ വീട്ടില് 11 മക്കൾ അപ്പനമ്മയ്ക്ക്. അതില് 10 പേര് ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ 7ാമത്തെ. തൃശ്ശൂര് മെട്രോ നമ്മുടെ കത്രീഡൽ ചർച്ച് ലൂർദ്. 11. ആ 2ാം സ്ഥാനം ഇപ്പൊ ചേച്ചിക്ക്. ഒരു എൻ്റെ പേര് മോളി. നെല്ലിയാടിയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ 11 മക്കൾ. ഞാൻ 9ാമത്തത്. 11 ഒരു 9. ആ 11 ഒരു 9 പേര് അല്ലേ? ആ ചേച്ചി ഇങ്ങോട്ട് പോയി. എൻ്റെ പേര് സെലീന. എടൂര് ദേശം. 6ാമത്തെ. 10 പേരുണ്ട്. 10 പേര്. 6ാമത്തെ. നമ്മുടെ ഇരിട്ടിക്കാരി പേരാവരുണ്ട്, എടൂര്. ഇങ്ങനെയൊക്കെയാണ് പരസ്പരം കണ്ടുപിടുന്നത്. വലിയ ദൂരം ഇല്ലല്ലോ അല്ലേ? ആ ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തത് വാ. എൻ്റെ പേര് ഫിലോമിന. 11 മക്കൾ. 11 മക്കൾ. പെരുമ്പന്ന. തൊട്ടടുത്ത് അല്ലേ? ഞങ്ങളുടെ ഇടത്തോട്ട് ഞങ്ങളുടെ ഹൗസൊക്കെ ഉണ്ട്. ഇപ്പൊ 11 മക്കൾ. 11 7ാമത്തതാണ്. അമ്പടാ കേട്ടോ. ഇവിടെ മക്കളെ നോക്കടാ കേട്ടോ. ഈ മക്കൾ നോക്കണേന്നറിയും. ദൈവം ഇതിന്റെ ഫുട്ബോൾ ടീമാണ്. ഇതിനൊക്കെ എല്ലാം മനസ്സിലാവും. ആ പാടെ 1 1.5 ഉള്ളൂ. അപ്പോഴാണ് ദൈവമേ ഇത്രയും നമ്പർ, ഇവർക്ക് ഇത് മനസ്സിലാവത്തില്ലെന്ന്. ഇതെങ്ങനെ മനസ്സിലാവും? കാലം മാറി, ജീവിത രീതിയിൽ മാറി. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് തലമുറകളുടെ അന്തരം. ഇനി നമ്മൾ ശ്രദ്ധിച്ചേ, ഇവര് വളർന്ന ജീവിത പശ്ചാത്തലമാണോ ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ പശ്ചാത്തലം? അല്ലെന്ന്. ടോട്ടൽ ഡിഫറെന്റ്. ജീവിത ശൈലികളെ മാറിപ്പോയി, സ്വഭാവ രീതികളെ മാറിപ്പോയി, അന്തരീക്ഷം മാറിപ്പോയി. ശ്രദ്ധ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ജീവിത ശൈലികൾ വ്യത്യാസപ്പെട്ടപ്പോൾ ഒരു വാഗൺ KA04MQ 9661 ഒന്ന് മാറ്റിയിടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതായത് ജീവിത ശൈലികൾക്ക് വലിയ വ്യത്യാസം വന്നു കഴിഞ്ഞല്ലോ. സംസ്കാരങ്ങൾക്ക് ഒരു വലിയ വ്യത്യാസം വന്നു. അത് നമ്മുടെ കുടുംബങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഈ ദേശത്ത് ജീവിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കുന്ന മുതിർന്നവരെല്ലാവരും നിങ്ങളുടെ ഉള്ളിലുള്ള ജീവിതം, അത് നിങ്ങളൊരു ഇടവകയിലൊക്കെ നാട്ടിലൊക്കെ വളർന്നതോ ജീവിച്ചതോ വളർന്നതോ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇവരെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ ഇന്നത്തെ കുഞ്ഞുങ്ങൾ കാണുന്നതും കേൾക്കുന്നതും വേറൊരു കൾച്ചറാണ്, ജീവിത ശൈലികളാണ്. അവരുടെ ഭാഷ വ്യത്യാസമുണ്ട്, അവരുടെ കൂട്ടുകാർ വ്യത്യാസമുണ്ട്, അവരുടെ ഭക്ഷണ രീതികൾ വ്യത്യാസമുണ്ട്, അവരുടെ ഇഷ്ടങ്ങൾ വ്യത്യാസമുണ്ട്. നമ്മൾ വളർന്നതല്ല ഇവരുടെ ഇഷ്ടം. പ്രൈസലോ, ഹല്ലേലൂയ. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊക്കെ പുറത്തോട്ട് മാറുമ്പോഴത്തേക്ക് അന്തരീക്ഷം തന്നെ മാറും. ജീവിതശൈലി പല പല സ്വഭാവത്തിലുള്ളവരെയാണ് ഇവർ കാണുന്നത്. ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ മക്കൾ നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര സമയമുണ്ട്? ഒരു ദിവസം 24 മണിക്കൂർ, അതിൽ എത്ര സമയം മക്കൾ നിങ്ങളുടെ കൂടെ ഉണ്ട്? കൂടുതൽ സമയം അവരാരുടെ കൂടെയാണ്? സ്കൂളിലാണ്, അല്ലെങ്കിൽ അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാണുന്നതും കേൾക്കുന്നതും വേറെ ഒരു തലമുറയാണ്. നമ്മുടെ കൂടെ കിട്ടുന്നത് വളരെ കുറച്ച് മണിക്കൂറുകളേ ഉള്ളൂ. ആ ഉള്ള മണിക്കൂറുകളിലാണ് നമ്മൾ ഈ ട്രെയിനിങ് എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും. മുതിർന്നവര് ജീവിച്ച പശ്ചാത്തലങ്ങൾ മാറി, അന്തരീക്ഷം മാറി, ജീവിത രീതികൾ മാറി. അപ്പൊ നമ്മൾ ശ്രമിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ളത് ഇങ്ങനെ പഠിപ്പിക്കാനും നമ്മൾ വളർന്ന ജീവിത ശൈലികൾ ഇവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവർക്കത് സ്വീകരിക്കാൻ വളരെ ബുദ്ധിമുട്ട് വരും. അപ്പൊ ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം എന്നൊക്കെ ഇന്നലെ നമ്മൾ പഠിച്ചതിന്റെ പ്രാധാന്യം ഇതാണ്. ഈ കുഞ്ഞുങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ, അവരുടെ വളർച്ചയിൽ അവരെ സഹായിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് ഈ കാലഘട്ടത്തിന്റെ അനുഗ്രഹത്തിലായിരിക്കണം. ഇവരുടെ ഭാഷയും ഇവരുടെ സംസ്കാരവും ഒക്കെ മനസ്സിലാവണം. ധ്യാനകേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വന്നൊരു കുടുംബത്തിലെ കോളേജിൽ പഠിക്കുന്ന ചെറുക്കൻ പുറത്ത് നിൽക്കുന്നു. അവൻ കേറിയിട്ടില്ല. ഞാൻ ചോദിച്ചു, നീ എന്താ കേറാത്ത? അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, എനിക്കിപ്പോ ക്ലാസ്സിൽ ഇരിക്കാൻ ഒരു വൈബില്ല. എന്തില്ല? വൈബില്ല. ഞാൻ ചോദിച്ചു, ഈ വൈബ് എപ്പോ വരും? അത് വരുമ്പോ പറയാം. ഒരു മൂടില്ലത്. നീ ഇപ്പൊ ഇവന്റെ മൂഡ് നോക്കി നമ്മൾ ക്ലാസ് എടുക്കണം. എന്തൊരവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. അന്തരീക്ഷം മാറി. നീ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇവരൊക്കെ ഉണ്ടല്ലോ, ഇവരെയൊക്കെ വളർത്തിയത് ആരാ? 12 അമ്മയാണ്. ഇങ്ങനെ സാധ്യമോ? അമ്മ എല്ലാ വർഷവും 1, 2, 3, 4 അല്ലേ? 12 എണ്ണ എത്തണ്ടേ അല്ലേ? അപ്പൊ ആരാ വളർത്തിയത്? മൂത്തത് അടുത്തതിന് നോക്കും, അടുത്തത് അടുത്തതിന് നോക്കും, അടുത്തത് അടുത്തതിന് നോക്കും. അങ്ങനെ അതിന്റെ ഒരു വളർച്ചാ രീതിക്ക് ഒരു വ്യത്യാസമുണ്ട്.
അതിന്റെ ശൈലിക്ക് ഒരു വ്യത്യാസമുണ്ട് അല്ലേ? അതിന്റെ ശൈലികൾക്ക് വല്ലാത്തൊരു ഭാരം ഉണ്ടാവും. പക്ഷെ അതിനൊരു ബ്യൂട്ടി ഉണ്ട്. എന്താണ്? അങ്ങനെ വളരുമ്പോൾ ഒരു 10ാം ക്ലാസ് വരെ വളർച്ചയുണ്ടല്ലോ, അതിൽ 1.5 വളർച്ച. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമൊക്കെ വീട്ടിൽ തന്നെ നടക്കും അല്ലേ ചേച്ചി? അതേ 10ാം ക്ലാസ് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവരുടെ സ്വഭാവത്തിൽ ഒരു തിളക്കം ഉണ്ടാവും. പെട്ടെന്നൊരു വെയിലാറ്റാൽ വാടത്തില്ല. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്കുള്ള കുഴപ്പം എന്നാ? പെട്ടെന്ന് വാടിപ്പോവും. കാരണം എന്താ? അവർക്ക് ഇങ്ങനെയുള്ള സംഘർഷങ്ങളൊന്നും കണ്ടിട്ടില്ല. കുടുംബത്തിൽ വളരുമ്പോൾ ആ വളർച്ചയിൽ ഒരു തലമുറയ്ക്ക്, മുതിർന്നവർക്ക് കിട്ടിയ ഒരു നന്മ എന്ന് പറയുന്നത് 10ാം ക്ലാസ് വരെ നിങ്ങൾ ആഗ്രഹിച്ചത് വല്ലതും ജീവിതത്തിൽ 10ാം ക്ലാസ് വരെയൊക്കെ നടന്നു കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിക്കാൻ നടക്കത്തില്ലല്ലോ. കാരണം എന്താ? അത് ജീവിതം മറ്റൊന്നാണ്. ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ 7ാമത്തെ ആളാണ്. 7 മക്കളിൽ 7ാമത്തെ ആളാണ്. എൻ്റെ വീട് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങളുടെയൊക്കെ അവിടെ എല്ലാ ദിവസവും നല്ല മീൻ കിട്ടും. മീൻ ചേർത്തല സൈഡിലൊക്കെ മീൻ കിട്ടും. ഉദാഹരണത്തിന് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നത് തന്നെ ഉണ്ടല്ലോ, ഏതൊരു യുദ്ധഭൂമി ഇരിക്കുന്ന പോലെ അല്ലേ? ഏതൊരു യുദ്ധഭൂമി ഇരിക്കുന്ന പോലെ. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ ആഗ്രഹിച്ചത് എനിക്കിന്ന് വറുത്ത മീൻ നടുക്കഷ്ണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് താടെ എന്റെ പാത്രത്തിലോട്ട് ഒരു വാല് കഷ്ണം വന്ന് വീണു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ അമ്മച്ചി എനിക്കിത് ഇഷ്ടമല്ല. എന്ത് സംഭവിക്കും? അവിടെ ഒരു അത്ഭുതം സംഭവിക്കും. എന്താണ് അത്ഭുതം? ഒന്ന് പറഞ്ഞേ. ആ പാത്രം പോലും കിട്ടിയല്ല. അവിടെ നിരന്നിരിക്കുമല്ലേ യുദ്ധഭൂമിയിൽ പടന്മാരല്ലേ? അത് അടിച്ചോണ്ട് പോകും. നമുക്ക് മുള്ളു പോലും കിട്ടത്തില്ല. ഇത് വേണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് അമ്മച്ചിയുടെ അഭിപ്രായം എന്തായിരിക്കും? വേണ്ടെങ്കിൽ വേണ്ട, എഴുന്നേറ്റ് പോകണം ഇറക്കാന്ന്. അമ്മയ്ക്കറിയാം ഇവരെവിടെ എഴുന്നേറ്റ് പോകാൻ. അപ്പൊ മുള്ളെങ്കിൽ മുള്ളു, വാലെങ്കിൽ വാല്, അടിച്ചു കയറ്റി നമുക്ക് കൊള്ളാം. അതാ നമ്മുടെ അവസ്ഥ. ഇന്നത്തെ കുഞ്ഞുങ്ങളെ നിങ്ങൾ വളർത്തുമ്പോൾ, കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു, എന്റെ കൊച്ചിന് ഭയങ്കര പിടിവാശിയാണ്. ഒറ്റ കൊച്ചേ ഉള്ളൂ, ഭയങ്കര പിടിവാശിയാച്ചാ. അപ്പൊ ഞാൻ ഈ ചേച്ചിയുടെ മുഖത്തോട്ട് നോക്കി. അപ്പൊ എന്നോട് പറഞ്ഞു, എന്റെ പിടിവാശിയല്ല, ഭർത്താവിന്റെ പിടിവാശി കൊച്ചിന് കിട്ടിയതാ. അപ്പൊ ഈ പിടിവാശിയാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയൊരു ഭാരം. ഇരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടല്ലേ? ചേട്ടൻ എഴുന്നേറ്റ് കുഴപ്പമില്ല, ആ സൈഡിലോട്ടൊക്കെ നിന്നോ. ചെറിയ അഡ്ജസ്റ്റ്മെന്റ്. തീരെ ബുദ്ധിമുട്ടുള്ളവർ കേട്ടോ, ഒരു ബുദ്ധിമുട്ടില്ല, കുഴപ്പമില്ല. കുർബാന സമയം നമുക്ക് ഉടനെ ഉണ്ടാവും. എഴുന്നേറ്റ് ബുദ്ധിമുട്ടുള്ളവർ എഴുന്നേറ്റ് സൈഡിലോട്ടൊക്കെ ഇച്ചിരി ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ്. ഇച്ചിരി ഞെരുക്കത്തിൽ അങ്ങനെ ഇരുത്തിയതാ കേട്ടോ. അറിയാം ബുദ്ധിമുട്ടുണ്ടെന്ന്. ബുദ്ധിമുട്ടുള്ളവർ എഴുന്നേറ്റ് സൈഡിലോട്ടൊക്കെ നിന്നോളൂ. യെസ്. കാലിനൊക്കെ മുട്ടിനൊക്കെ വേദനയുള്ളവരുണ്ടാവും. ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ട്. ആകപ്പാടെ ഓണത്തിനൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ഇരുന്ന് ചോറൊക്കെ ഉണ്ണുന്നത് അല്ലേ? അല്ലാതെ നമ്മളിപ്പോ അങ്ങനെ ഒന്നും ഇരിക്കാറൊന്നും ഇല്ലല്ലോ. ബുദ്ധിമുട്ടുള്ളവരൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോളൂ കേട്ടോ. നിങ്ങളൊന്ന് പരിഭവം ഒന്നും വിചാരിക്കല്ലേ. ഉള്ള സ്ഥലത്തൊക്കെ ഒന്ന് ക്രമീകരിച്ചൊക്കെ നിന്നോ. ശ്രദ്ധിപ്പെട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേച്ചി ആ സൈഡിലോട്ട് നിന്നോ, കുഴപ്പമൊന്നുമില്ല. ഒരു സ്ഥലം കൊടുത്തോ. നിങ്ങൾ പോകണ്ട, നിങ്ങളവിടെ നിൽക്കും. പണിഷ്മെന്റ് ആണ്. അതായത് ഒരു കാലഘട്ടത്തിൽ വളർന്ന അന്തരീക്ഷം മാറിയത്, ജീവിത രീതികൾക്ക് വ്യത്യാസം വന്നു, സ്വഭാവ രീതികൾക്ക് വ്യത്യാസം വന്നു. അത് വല്ലാണ്ട് ഭാരപ്പെടുത്താൻ തുടങ്ങി. ജീവിത ശൈലികൾക്ക് ഭാരപ്പെടുത്താൻ തുടങ്ങി. അപ്പൊ ഈ ചേച്ചി വന്നിട്ട് ഈ കൊച്ചിനെ കുറിച്ച് പറഞ്ഞത്, അച്ഛാ ഭയങ്കര പിടിവാശി. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ കൊച്ചിന്റെ പിടിവാശി എങ്ങനെ ചേച്ചി അനുഭവിക്കുന്നത്? അപ്പോഴത്തേക്ക് പറഞ്ഞു, എന്റെ പൊന്നച്ച, ഇപ്പൊ രാവിലെ ഈ കൊച്ചിന് എന്തെങ്കിലും കഴിച്ചിട്ട് സ്കൂളിൽ പറഞ്ഞു വിടണം. അപ്പൊ ഈ കൊച്ചിന് വേണ്ടിയിട്ട് അപ്പം ഉണ്ടാക്കി കൊടുക്കും. അപ്പം ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ കൊച്ചു വന്നിട്ട് പറയും, എനിക്ക് അപ്പം വേണ്ട, പുട്ട് മതി. ഈ ചേച്ചി പറഞ്ഞു, എന്നാ ചെയ്യുവച്ച ഈ കൊച്ചിന്റെ പിടിവാശി. ചേച്ചി സൈഡിലോട്ട് നിൽക്കുന്നു. ആ പുറകിലുള്ളവർക്ക് കാണാമല്ലോ. നിങ്ങൾ ആ സൈഡിലോട്ട് നിന്നു. അപ്പൊ ഈ കൊച്ചിന്റെ പിടിവാശിയാണ്, എനിക്ക് അപ്പം വേണ്ട, പുട്ട് മതി. ഇപ്പൊ പുട്ടുണ്ടാക്കി വെക്കുമ്പോൾ കൊച്ചു പറയും, എനിക്ക് പുട്ട് വേണ്ട, അപ്പം മതി. എന്റെ പൊന്നച്ച, നമ്മൾ എന്ത് കൊടുത്തു കഴിഞ്ഞാലും പിടിവാശിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ചേച്ചി എന്ത് ചെയ്യും? അല്ല, കൊച്ചിങ്ങനെയൊക്കെ പെരുമാറുമെന്ന് എനിക്ക് അറിയാച്ച. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ ഈ പുട്ട് കൊണ്ടുപോയിട്ട് അകത്ത് കൊണ്ടുപോയിട്ട് പരത്തിയിട്ട് അപ്പാന്നും പറഞ്ഞു കൊടുക്കും. കൊച്ചിന് ബോധം ഇല്ലാത്തതുകൊണ്ട് കഴിച്ചിട്ട് പോകും. ഈ ചേച്ചി പറയുക. എന്നിട്ട് ഈ ചേച്ചി അടുത്തൊരു ഡയലോഗ്, നല്ല ബുദ്ധിയാച്ച പക്ഷെ ബോധമില്ല എന്ന് പറഞ്ഞ വാക്ക്. നല്ല ബുദ്ധിയാണ് പക്ഷെ ബോധമില്ല. ഞാൻ പറഞ്ഞതല്ല, നീ എന്നെ നോക്കുന്നത്. ഇനി ഒരു അമ്മ പറഞ്ഞതാ. ഇന്നത്തെ ന്യൂ ജനറേഷന്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറയോ? AF ആന്റണി. അയാൾ എന്നാണ് വാഹനം എടുത്ത് പറയാം. അത് വണ്ടിയുടെ പേരാണോ? AF ആന്റണി. അയ്യോ, കാലം പോയ പോക്കേ. അപ്പോ ഇത് ഒരു തലമുറ അങ്ങോട്ട് മാറി. ഈ പിടിവാശി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ 10ാം ക്ലാസ് വരെ പിടിവാശി കാണിച്ചുകൊണ്ടിരുന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ വല്ലതും നടക്കുമായിരുന്നു. അതായത് ഒരു ജീവിത അവസ്ഥയിൽ അങ്ങനെ വ്യത്യാസം വന്നു, സ്വഭാവ രീതികൾക്ക് വ്യത്യാസം വന്നു അല്ലെ? ഇവിടെ ഇരിക്കുന്ന മുതിർന്നവർ നാട്ടിലല്ലേ ജനിച്ചതും വളർന്ന, കൂടുതലും പേര് നാട്ടിലല്ലേ അല്ലെ? നാട്ടിൽ ജനിച്ചു വളർന്ന ജീവിത സാഹചര്യങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അത് ടോട്ടൽ ഡിഫറൻ്റ് ആണ്. നമ്മുടെ ആ ചെറുപ്പ കാലഘട്ടത്തിലല്ലേ
വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് നല്ല വസ്ത്രം കിട്ടുന്നത് എപ്പോഴാണ്? ഓണത്തിനും ക്രിസ്മസിനൊക്കെയാണ് നാട്ടിൽ നമുക്ക് ഈ ഡ്രസ്സൊക്കെ കിട്ടുന്നത്. ഓണക്കോടി എന്നൊക്കെ പറയത്തില്ല, ഓണക്കോടി, ആ കല്യാണം അല്ലേ, ഓണക്കോടി. ഞാനപ്പോൾ ഓർക്കുന്നുണ്ട്, അപ്പനോട് പറയുവാണ്, അപ്പ പുതിയ ഷർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പൻ ചേട്ടനോട് പറയും കൊടുത്തേക്ക്. ഏത്? ചേട്ടന്റെ പഴയത് എനിക്ക് പുതിയത്. ഇത് എവിടുത്തെ നിയമം? അതാണ് വീട്ടിലെ നിയമം. ചേട്ടന്റെ ഷർട്ട് എനിക്ക് വരും, എനിക്ക് പാകാവോ? എങ്ങനെ പാകാവും? ആ ചേട്ടൻ ഇട്ടിരിക്കുന്ന ഷർട്ട് എനിക്ക് ഇട്ട് കഴിഞ്ഞാൽ ലോഹ പോലെ ഇരിക്കും. അന്നും ലോഹ, ഇന്നും ലോഹ. ഇതാണ് എൻ്റെ അവസ്ഥ. അല്ല, നമ്മൾ ചിന്തിച്ചിരുന്നു, ഇത് ഇന്നത്തെ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളൊരു ഷർട്ട് വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഡ്രസ്സ് വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ അവർ ആദ്യം നോക്കുന്ന ബ്രാൻഡ് ഏതാ, ഇതിന് എന്നാ വിലയുണ്ട്, കളർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മമ്മി തന്നെ ഇട്ടാൽ മതി എന്ന് പറയും, എനിക്കത് വേണ്ടെന്ന് പറയും. നമുക്ക് അങ്ങനെ ഒരു ചോയ്സ് ഇല്ലെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു നിക്കർ ഉണ്ടായിരുന്നു. ഒരു 1.5 നിക്കർ. മിക്കവാറും ചേട്ടന്മാർക്കൊക്കെ ഓർമ്മയുണ്ട്, അവർക്കും ഉണ്ടാവും അല്ലേ. ഞാൻ നടന്നു പോകുന്നതിന് മുമ്പേ നടന്നു പോകുന്ന നിക്കർ. എന്ത് നിക്കർ! ആ നിക്കറിന്റെ പുറകെ 2 വലിയ തുളയും അല്ലേ. നമ്മൾ കാറ്റേ കൊണ്ടാണ് പോകുന്നത്. എന്ത് രസമായിരുന്നു അല്ലേ. അപ്പൊ ഞങ്ങളുടെ നാട്ടിനടുത്താണ് ഈ വയലാർ പുന്നപ്ര രക്തസാക്ഷികൾ വെടിവെപ്പ് നടന്ന സ്ഥലം. അപ്പൊ നമ്മൾ 2 ബുക്കൊക്കെ ആയിട്ട് സ്കൂളിലോട്ട് പോകുമ്പോഴത്തേക്ക് ചായക്കടയിൽ ഇരുന്നുകൊണ്ട്, എങ്ങോട്ട് പോകുന്നു? വയലാർ പുന്നപ്ര രക്തസാക്ഷി. അവരുടെ വിചാരം ഞാൻ വെടിവെപ്പ് പങ്കെടുത്തതാണ്. അത് അന്ത കാലം. ഇന്നത്തെ മക്കൾക്ക് അങ്ങനെ പോകാൻ പറ്റുമോ? എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയോ? എൻ്റെ ഏറ്റവും വലിയ സങ്കടം ഈ പുതിയ പാഠപുസ്തകത്തിന് ഒരു മണയില്ല. പുതിയ പാഠപുസ്തകം എനിക്ക് വലിയ ആഗ്രഹമാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ വരും ഏത്? ആദത്തിന്റെ കാലഘട്ടം തൊട്ട് ഉപയോഗിച്ച് കീറിപ്പറിഞ്ഞവരാണ്. ഇന്നത്തെ പോലെ പാഠപുസ്തകം ഒന്നും മാറത്തില്ല. 5ാം ക്ലാസ് കഴിയുമ്പോൾ 6ാം ക്ലാസ്, 6ാം ക്ലാസ് 7ാം ക്ലാസ്. നമ്മൾ അവധിക്കാലത്ത് മേടിച്ച് പൊതിഞ്ഞൊക്കെ റെഡിയാക്കി വെക്കും അല്ലേ. നമ്മുടെ കൈ വരുന്ന പാഠപുസ്തകത്തിൽ പേര് പോലും എഴുതാൻ സ്ഥലമില്ല. എന്ത് ചെയ്യും? അങ്ങനത്തെ ഒരു പാഠപുസ്തകം. അതൊക്കെയായിരുന്നു ഒരു കാലഘട്ടം. അതൊരു കാലഘട്ടം. ഇത് നമ്മൾ ഇന്നത്തെ മക്കളോട് പറയുമ്പോൾ അവർക്കിത് മനസ്സിലാകത്തില്ല. അവർ കണ്ടതും കേട്ടതുമായ ജീവിത ശൈലികൾ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എന്ത് പറ്റും? 10ാം ക്ലാസ് കഴിഞ്ഞ് ജീവിതത്തിന്റെ ഒരു വഴിയിലോട്ട് ഇറങ്ങുമ്പോൾ അവർ ഭാരപ്പെടുന്ന മക്കൾ. അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഒരു ഹോസ്റ്റലിൽ കൊണ്ട് താമസിപ്പിച്ചു. അവർക്ക് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്, പാത്രം കഴുകാൻ അറിഞ്ഞുകൂടാ, തുണി കഴുകാൻ അറിഞ്ഞുകൂടാ. എറണാകുളത്ത് ലിസി ഹോസ്പിറ്റലിനോട് ചേർന്നുള്ള നേഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയിട്ട് ഒരു പെൺകുട്ടിയെ കൊണ്ടാക്കി. +2 കഴിഞ്ഞതാ, നേഴ്സാകാൻ വേണ്ടിയിട്ട് കൊണ്ടാക്കി. 1ാം ദിവസം തൊട്ട് കരച്ചിൽ തുടങ്ങിയതാ. ഈ കൊച്ചിന്റെ കരച്ചിൽ അവിടുത്തെ ആ സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കച്ച, ഇത് വലിയ പൊല്ലാപ്പായി മാറിയിരിക്കുകയാണ്. അന്വേഷിച്ച് വന്നപ്പോൾ ഈ കൊച്ചിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൊച്ച് അമ്മയുടെ കൂട്ടത്തിലേ കിടക്കുകയുള്ളൂ, ഒറ്റയ്ക്ക് കിടന്നിട്ടില്ല, പാത്രം കഴുകാൻ അറിഞ്ഞുകൂടാ, ഒരു കാര്യം ചെയ്യാൻ അറിഞ്ഞുകൂടാ, ഉടുത്തിരിക്കുന്ന തുണി കഴുകാൻ അറിഞ്ഞുകൂടാ, ഒന്നും അറിഞ്ഞുകൂടാ. അപ്പൊ അതുകൊണ്ട് എന്താ പ്രശ്നം? ഒറ്റയ്ക്ക് ജീവിക്കാൻ അറിഞ്ഞുകൂടാ. നിങ്ങളൊക്കെ ഈ ദേശത്ത് വന്ന് കഷ്ടപ്പെട്ടത് എങ്ങനെ? ഒറ്റയ്ക്കാണ്. എല്ലാം കൂടെ തികഞ്ഞു വന്നിട്ട് ഇവിടെ വന്ന് എല്ലാം നേടിയെടുത്തൊന്നുമല്ല. ജീവിതത്തിന്റെ വലിയ ഞെരുക്കങ്ങളിലൂടെ കടന്നുപോയവരാണ് നിങ്ങൾ. അപ്പൊ ഈ മക്കൾക്ക് നിങ്ങൾ എന്താ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? പല മാതാപിതാക്കളും ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? പറയട്ടെ. അവര് സഹിച്ച സഹനങ്ങളൊന്നും മക്കൾ അറിയാതെ മക്കളെ നന്നായി വളർത്താൻ ശ്രമിക്കും. നിങ്ങൾ അനുഭവിച്ച സങ്കടങ്ങളൊന്നും മക്കൾക്കുണ്ടാവാതിരിക്കാൻ, നിങ്ങളുടെ ദാരിദ്ര്യമൊന്നും മക്കൾക്കുണ്ടാവാതിരിക്കാൻ നിങ്ങൾ വയറ് മുറുക്കെ ഉടുത്ത് മക്കളെ വളർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല കാര്യം. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഈ മക്കൾക്ക് നിങ്ങൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ എന്താ ഈ മക്കൾക്ക് കൊടുക്കുന്നത്? ശ്രദ്ധിക്കേണ്ട കാര്യം, വളർത്തുമ്പോൾ വളർത്തുന്ന ശൈലികളിൽ നമ്മൾ ശ്രദ്ധിക്കണം. സാധാരണഗതി പറയുന്ന ഒരു കൊച്ചു കാര്യം പറയാം. 1 മുതൽ 5 വയസ്സ് വരെ, എത്ര വയസ്സ് വരെ? 1 മുതൽ 5 വയസ്സ് വരെ ഇഷ്ടമുള്ളതെല്ലാം കൊടുത്തോണം. അവര് ചോദിക്കുന്ന ഒക്കെ കൊടുക്കണം, സ്നേഹം മുഴുവൻ കൊടുക്കണം. 5 മുതൽ 15 വയസ്സ് വരെ, 5 മുതൽ 15 വയസ്സ് വരെ ശ്രദ്ധിക്കണം. അച്ചടക്കം പഠിപ്പിക്കേണ്ട പ്രായമാണ്. ഡിസിപ്ലിൻ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്ത് ചെയ്യണം? അവൻ ഉപയോഗിച്ചിരുന്ന ബെഡ്ഷീറ്റ് ആദ്യം മടക്കി വെക്കാൻ അവളെ പഠിപ്പിക്കണം. പാത്രം കഴുകാൻ പഠിപ്പിക്കണം. ഡിസിപ്ലിൻ പഠിപ്പിക്കേണ്ട പ്രായമാണ് 5 മുതൽ 15 വരെ. 15 കഴിഞ്ഞാൽ ആ വ്യക്തിയെ, മകനെ ആവട്ടെ മകളെ ആവട്ടെ, ഒരു സുഹൃത്തിനോടെന്ന പോലെ പെരുമാറണം. ഇപ്പോഴത്തെ നമ്മുടെ കുഴപ്പം എന്നറിയോ? 25 വയസ്സാകുമ്പോഴാണ് ഡിസിപ്ലിൻ പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. 25 വയസ്സാകുമ്പോഴാണ് ട്രെയിനിങ് തുടങ്ങുന്നത്. ആ വ്യക്തിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. സ്വഭാവം മാറി, ജീവിത രീതികൾ മാറി, ഫ്രണ്ട്സായി മാറി അല്ലേ. അതുകൊണ്ടാണ് നമ്മുടെ പല കുടുംബങ്ങളിലും മക്കൾക്ക് ആരാ ജീവൻ? കൂട്ടുകാരാണ് ജീവൻ. അപ്പനും അമ്മയും പറയുന്നതിന് വിലയൊന്നുമല്ല. കൂട്ടുകാരൻ പറഞ്ഞു അത് ചെയ്യും. രാത്രിക്ക് രാത്രി അവൻ എവിടെയും പോകും, അവൾ എവിടെയും പോകും. കാരണം ഫ്രണ്ട്സാണ് പ്രധാനപ്പെട്ടത്. അവരുടെ ജീവിത രീതിയിൽ നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കേണ്ട പ്രായത്തിൽ കൊടുക്കണം. അല്ലാതെ എല്ലാം കഴിഞ്ഞിട്ടല്ല.
25 വയസ്സാകുമ്പോഴും 30 വയസ്സാകുമ്പോഴും കൊടുക്കുന്ന ട്രെയിനിങ് അല്ല, മറിച്ച് കൊടുക്കേണ്ട പ്രായത്തിൽ അവർക്ക് കൊടുക്കണം. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തിയത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി നിങ്ങൾ സ്വസ്ഥമായിട്ട് നിങ്ങളുടെ സ്ഥാനങ്ങളിലോട്ട് പോക്കെ. ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ പോവുക, കുർബാനയ്ക്ക് മുമ്പായി നമ്മളൊരു പ്രാർത്ഥന ശുശ്രൂഷ നടത്താൻ പോവാണ്. ഭാര്യയും ഭർത്താവുമായിട്ടുള്ളവർ മാത്രം എഴുന്നേറ്റ് നിൽക്കുക, ബാക്കിയുള്ളവർ ഇരിക്കുക. ഭാര്യയും ഭർത്താവും മാത്രം ഒന്ന് എഴുന്നേറ്റ് തന്നെ. തൊട്ടടുത്ത് ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ കേട്ടോ, അതായത് അവിടെ ദൂരെ ഉണ്ടെങ്കിലും വിളിച്ചോ. ഇവിടെ ഉണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും മാത്രം, ഭാര്യയും ഭർത്താവും മാത്രം. ആ, എന്നിട്ട് ഭാര്യയും ഭർത്താവും മുഖത്തോട്ട് മുഖം തിരിഞ്ഞ് നിന്നെ. തിരിച്ചിരിക്കാൻ സ്ഥലമില്ലേ? അതിനുള്ള സ്ഥലമൊക്കെ ഉണ്ടാവും. ഭാര്യയും ഭർത്താവും, സ്വന്തം ഭാര്യ സ്വന്തം ഭർത്താവ്. ആ, എന്നിട്ട് സ്വന്തം ഭാര്യയുടെ മുഖത്തോട്ട് നോക്കി ഇച്ചിരി അടുത്ത് നിന്നു കേട്ടോ. ആ, എന്നെ അല്ല, നോക്കങ്ങോട്ട്. ചിലര് മുകളിലെ കറങ്ങുന്ന ഫാനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും സ്വന്തം ജീവിത പങ്കാളിയെ നോക്കാനുള്ള ശേഷി ആയിട്ടില്ലെന്നോ അല്ലേ? ആ, സ്വന്തം ഭാര്യ ഭർത്താവ് മുഖത്തോട്ട് മുഖം നോക്ക്. ചേട്ടാ എങ്ങോട്ട് നോക്കുന്നു? ആ, അടുത്തിരിക്കുന്നതിന് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, അത് കഴിഞ്ഞു പോയാക്കാൻ. ഇനി ഇതാണ് ജീവിതം. ഭാര്യയും ഭർത്താവും പരസ്പരം ഒന്ന് ഒരു കാര്യം ചെയ്യും. ആദ്യം ഭർത്താക്കന്മാര് 2 കരങ്ങളും തുറന്നു പിടിച്ച്, ഭാര്യമാർ ആ 2 കൈയുടെ മുകളിൽ നിങ്ങളുടെ കൈകളൊന്ന് വെച്ച് സാവധാനം ഒന്ന് തലോടിക്ക്. മാന്താനല്ല പറഞ്ഞത്, ദൈവമേ, ഒന്ന് തലോടൂ. തലോടു. സ്വന്തം ഭാര്യയുടെ കൈ, ഭാര്യ ഭർത്താവിന്റെ കയ്യെ തലോടി. കണ്ടോ, ഈ കൈ നിന്റെ ഭർത്താവിന്റെ കൈയാണ്. ഈ കയ്യെ പിടിച്ചാണ് നിന്റെ ജീവിതം ആരംഭിച്ചത്. മുഖത്തോട്ട് മുഖം നോക്കിയാൽ മതി, എന്നെ നോക്കണ്ട. ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ടോണ്ട് നിന്നാൽ മതി. കയ്യിലെ കൊച്ചിനെയൊക്കെ ഉണ്ടെങ്കിൽ തൽക്കാലം അടുത്ത വീട്ടിൽ ആരെങ്കിലും ഏൽപ്പിച്ചോ ചേട്ടാ, അല്ല അടുത്തിരിക്കുന്നതിന് കൊടുത്തോ. ഒരു ചേട്ടൻ ഫ്രീ ആയിട്ട് നിൽക്കി. ഒരു ജീവിതമല്ലേ ഉള്ളൂ, ഹാപ്പി. യെസ്. എന്നിട്ട് ഭാര്യയുടെ മുഖത്തോട്ട് നോക്കിയ ഭർത്താവ്, ഇവിടെയല്ലേ കല്യാണം കഴിച്ചത് അല്ലേ? നോക്കൂ, ഭാര്യയുടെ മുഖത്തോട്ട് നന്നായിട്ട് നോക്കിയ ഭർത്താക്കന്മാരെ അല്ലേ? കല്യാണം കഴിച്ചപ്പോഴുണ്ടായിരുന്ന മുഖമാണോ അല്ലേ? അന്ന് എന്തോരം തലമുടി ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ അതിന്റെ അവസ്ഥ കണ്ടോ? മുഖമൊക്കെ തക്കാളിപ്പഴം പോലെ ഇരുന്നതാ. അതിൻ്റെയൊക്കെ ഷെയ്പ്പൊക്കെ മാറി തുടങ്ങി, ഭാരം മാറി അല്ലെ? ജീവിത അവസ്ഥകൾ മാറി. ഭാര്യ ഭർത്താവിന്റെ മുഖത്തോട്ട് നോക്കിയേ, ഹായ്. കല്യാണം കഴിച്ചപ്പോൾ കൂട്ടുകാരികൾ പറഞ്ഞു, രക്ഷപ്പെട്ടടി. നല്ല കട്ടിയുള്ള മീശയായിരുന്നു, തലമുടിയൊക്കെ എന്തായിരുന്നു. ഇന്ന് ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട് തലയിൽ അല്ലേ? നര തുടങ്ങി, ചില തലമുടി പോയി, രൂപം മാറി, ഷെയ്പ്പ് മാറി, അന്തരീക്ഷം മാറി തുടങ്ങി അല്ലേ? ഇതാണ് ജീവിതം. വർഷങ്ങളേറെ പിന്നിട്ടു. ജീവിതത്തിൽ പല പല രീതികളിൽ നിങ്ങൾ മാറി. കണ്ണുകളടച്ച് ഭാര്യയും ഭർത്താവും കൈ എങ്ങനെ പിടിച്ചു നിന്നോളൂ. എന്നിട്ട് ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കണം, പ്രിയപ്പെട്ട ഭർത്താവേ, നിന്റെ ജീവിതം ഈ ഭാര്യയുടെ കരങ്ങളിലും ഭാര്യയെ ഈ ഭർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ജീവിത യാത്ര ആരംഭിച്ചത്. വർഷങ്ങളേറെ കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങളുടെ കല്യാണം നടന്നത് എന്നായിരുന്നു? കണ്ണുകളടച്ച് ചിന്തിക്കുക. നിന്റെ വിവാഹം നടന്നത് എന്നായിരുന്നു? എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ വിവാഹത്തിന്റെ ആദ്യ ദിനങ്ങളിൽ നിങ്ങൾക്കുണ്ടായിരുന്ന സ്നേഹം എന്തായിരുന്നു? നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ സമ്മാനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് വളർത്തി വലുതാക്കി. പലവിധ പ്രശ്നങ്ങളും ഭാരങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും കർത്താവ് നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചതാണ്. കർത്താവെ, ഈ അൾത്താരയ്ക്ക് മുമ്പിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ദൂരങ്ങൾ എത്രയോ പിന്നിട്ടു. നമ്മുടെ ജീവിതം പല വഴികളിൽ നമ്മൾ കടന്നു പോവുകയാണ്. ഓർമ്മകൾ അനേകം നിങ്ങളുടെ മനസ്സിലുണ്ട്. കണ്ണുകളടച്ച് ആ ഭാര്യയും ഭർത്താവും പരസ്പരം കരങ്ങൾ ചേർത്ത് പിടിക്കുമ്പോൾ മനസ്സിൽ പുണ്യമായ സ്മരണകൾ കടന്നു വരും. ദൈവത്തിന് മുമ്പിൽ ഒന്ന് ഓർക്കണം. പുണ്യമായ സ്മരണകൾ ഓർമ്മയിൽ കടന്നു വരണം. കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ ജീവിത പങ്കാളി അൾത്താരിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ. ഈ സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഇന്നലകളിലെ പഴയ ഓർമ്മകൾ കടന്നു വരാൻ ഈ ഗാനത്തിന്റെ വരികൾ പാടി പ്രാർത്ഥിക്കുമ്പോൾ മനസ്സതെന്ന് ഓർക്കുക. ദൈവമേ, അങ്ങയുടെ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നയിക്കണമേ. നമുക്ക് ആ ഓർമ്മകളിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ച ഓരോ അനുഭവങ്ങളെയും
പരിശുദ്ധ അൽത്താരിൽ സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. നീ എനിക്കു ജീവിതത്തിൽ തുണയായി തന്ന ഇണയെ നിൻ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ, നീ എനിക്കു ജീവിതത്തിൽ തുണയായി തന്ന ഇണയെ നിൻ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരസ്പരം കുറവെല്ലാം ക്ഷമിച്ചാമോദാൽ നിൻഹിതം പോൽ ജീവിക്കാൻ ശക്തിയേകണമേ. പരസ്പരം കുറവെല്ലാം ക്ഷമിച്ചാമോദാൽ നിൻഹിതം പോൽ ജീവിക്കാൻ ശക്തിയേകണമേ. ജീവിതത്തിൽ ഇന്നോളം നിങ്ങൾ നടത്തിയ വഴികളെ നിങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കണം. ദൈവത്തിൻ്റെ അനന്തമായ പദ്ധതിയുടെ ഭാഗമാണ് നിങ്ങളുടെ ജീവിതം. ഈ ജീവിതത്തെ നമ്മൾ ഒരിക്കലും തകരാൻ അനുവദിക്കരുത്. പല വിധത്തിലുള്ള ഭാരങ്ങളും തകർച്ചകളും സങ്കടങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈശോയെ, അതിനെല്ലാം ഒരു വിശുദ്ധീകരിച്ച് ഇന്നേ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ സമയത്ത് സാധിക്കുമെങ്കിൽ ഭാര്യമാരെ ഒന്ന് മുട്ടുകുത്താൻ ശ്രമിക്കാവോ? ഒന്ന് ക്രമീകരിച്ച് നോക്കിയേ. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും, എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കിയേ. ഭാര്യമാർ ഭർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുക. പ്രിയപ്പെട്ട ഭർത്താവെ, ആ ഭാര്യയുടെ ശിരസിൽ 2 കരങ്ങളും വെച്ച് ഒന്ന് അനുഗ്രഹിച്ച്. പ്രിയപ്പെട്ട ഭർത്താവെ, നീ തിരിച്ചറിയണം, നിന്റെ അനുഗ്രഹം വളരെ പ്രധാനപ്പെട്ടതാണ് നിന്റെ ഭാര്യയ്ക്ക്. പ്രിയപ്പെട്ട ഭാര്യയെ, ഈ ഭൂമിയിൽ നീ ആരുടെയും മുമ്പിലും മുട്ടുകുത്തരുത്. പക്ഷേ നിന്റെ ഭർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നതിൽ നിനക്കൊരു അനുഗ്രഹമുണ്ട്. മറ്റാരുടെ മുമ്പിലല്ലല്ലോ നീ എളിമപ്പെടുന്നത്, മറിച്ച് നിന്റെ ജീവിത പങ്കാളിയുടെ മുമ്പിലല്ലേ. പ്രിയപ്പെട്ട ഭാര്യയെ, നീ മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ ചിന്തിക്കുക, നിന്റെ ജീവിത പങ്കാളിയോട് നീ എങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത്? വിവാഹ ജീവിതത്തിൽ എപ്രകാരമാണ് ഇദ്ദേഹത്തോട് പെരുമാറുന്നത്? സ്നേഹവും ബഹുമാനവും കൊടുക്കേണ്ട ഇടങ്ങളിൽ നീ അത് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? ഈശോയെ, മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും നമ്മുടെ വാക്കുകൾ മൂലം നിന്റെ ഭർത്താവിനെ നീ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഒരു പക്ഷേ നമ്മുടെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചത് കൊണ്ടല്ലേ പലപ്പോഴും കൂട്ടുകാരുടെ കൂടെയും നാട്ടുകാരുടെ കൂടെയും കറങ്ങി നടക്കുകയും കുടുംബജീവിതത്തിന്റെ ഉത്തരവാദിത്വമൊക്കെ നിറവേറ്റാതെ വന്നത്? നിന്റെ ഭർത്താവിന് ചില കുറവുകൾ ഉണ്ടെന്ന് നിനക്കറിയാമല്ലോ. ഒരുപക്ഷെ മദ്യപാനത്തിന്റെ അല്ലെങ്കിൽ ചില കൂട്ടുകെട്ടുകളുടെ ചില തിന്മകൾ ഉണ്ടെന്ന് നിനക്കറിയാമല്ലോ. ഈ ഭർത്താവിനെ നീ എപ്രകാരമാണ് കൈകാര്യം ചെയ്യുന്നത്? ആ കുറവുകളെ നോക്കിക്കൊണ്ട് ഭർത്താവിനെ നീ വിഷമിപ്പിക്കുകയാണോ? മറിച്ച് ആ ഭർത്താവിനെ വിശുദ്ധീകരിക്കാൻ വേണ്ടി നീ എന്തു ചെയ്യുന്നു? ഈശോയെ, അൽത്താരയുടെ മുമ്പിൽ ഞങ്ങൾ ഇതാ ജീവിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ഭാര്യയെ, ഭർത്താവിൻ്റെ മുമ്പിൽ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഒരു നല്ല ഭാര്യയായി ഒരു നല്ല അമ്മയായും ഞാൻ മാറിക്കൊള്ളാം എന്ന് തീരുമാനമെടുക്കുന്ന സമയമാണ്. എല്ലാ ഭാര്യമാരും സാവധാനമൊന്ന് കുനിഞ്ഞ് ആ ഭർത്താവിൻ്റെ കാലിൽ തൊട്ടൊന്ന് മാപ്പ് ചോദിക്കണം. സാധിക്കുന്നവരെല്ലാവരും ഒന്ന് ശ്രമിച്ച് ഒന്ന് തൊട്ട് പ്രാർത്ഥിച്ച് ഈ കാൽപാദങ്ങൾ കർത്താവ് നിനക്ക് വേണ്ടി ഈ ഭൂമിയിൽ തന്ന ജീവിത പങ്കാളിയുടെ കാൽപാദമാണ്. നിന്റെ വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഈ ഭർത്താവിന് നീ വേദനിപ്പിച്ച ഓരോ അനുഭവങ്ങൾ ഓർത്ത്, മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്തിയത്, നീ അസ്വസ്ഥപ്പെട്ടത്, സംശയ മനസ്കതയായി നീ കണ്ടത്, ജീവിതത്തിൽ നീ കടന്നു വന്ന എല്ലാ അനുഭവങ്ങളും നിനക്കുണ്ടായ തെറ്റുകൾ ഓർത്ത് ആ ഭർത്താവിനോട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, ഈശോയെ എന്നോട് പൊറുക്കണമേ, കർത്താവേ എന്നോട് പൊറുക്കണമേ. പ്രിയപ്പെട്ട ഭർത്താവേ, നീ 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ച്, ഭർത്താക്കന്മാര് സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി, നിന്റെ മുമ്പിൽ ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ കണ്ണുനീരോടെ കരയുന്ന ഭാര്യയ്ക്ക് വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിച്ച്, നീ മാപ്പ് കൊടുത്ത് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട ഭാര്യയെ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ക്ഷമയുടെ വലിയൊരു അഭിഷേകം ഞങ്ങളിലേക്ക് ചൊരിയണമേ. ആഗ്രഹിച്ച് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, യേശുവേ,
ഭർത്താവേ, നിന്റെ ഭാര്യയെ നീ പിടിച്ചെഴുന്നേൽപ്പിക്കുക. കൈ കൊടുത്തൊന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചേ. മാപ്പ് കൊടുത്തതിൻ്റെ അടയാളമാണ് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത്. എന്നിട്ട് ഭാര്യയുടെ നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് ഭർത്താവ് അനുഗ്രഹിക്കുക. ഭാര്യയുടെ കൈപ്പത്തികളിൽ കുരിശടയാളം വരച്ച് അനുഗ്രഹിക്കണം. സാധിക്കുമെങ്കിൽ ഭാര്യയുടെ കാലിൽ ഒരു കുരിശടയാളം വരച്ച്, ആ കാൽപാദത്തിൽ ഒരു കുരിശടയാളം വരച്ച ഭർത്താവ്, എന്നിട്ട് ആ ഭർത്താവ് ഭാര്യയെ അനുഗ്രഹിക്കുക. അതിനുശേഷം പ്രിയപ്പെട്ട ഭാര്യയെ ഇതാ ഭർത്താവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയം ഭർത്താക്കന്മാര് ഭാര്യയുടെ മുമ്പിൽ ഒന്ന് മുട്ടുകുത്തുക. ചില ഭർത്താക്കന്മാര് ചിന്തിക്കുന്നുണ്ട്, അത് വേണോ അച്ചോ? വേണം. ഈ ഭൂമിയിൽ നീ വേറെ ആരുടെയും മുമ്പിൽ മുട്ടുകുത്തിയില്ലെങ്കിലും നിന്റെ ഭാര്യയുടെ മുമ്പിൽ മുട്ടുകുത്തുന്നതിൽ നിനക്കൊരു അഭിമാനം ഉണ്ടാവണം. ഒത്തിരിയേറെ തെറ്റുകൾ നിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. നീ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട ഭാര്യയെ ഭർത്താവിന്റെ ശിരസിൽ നിന്റെ കരങ്ങൾ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച്. പ്രിയപ്പെട്ട ഭർത്താവെ, നീ ചിന്തിക്കുക, നിന്റെ ജീവിതത്തിൽ നീ നിന്റെ ഭാര്യയെ എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ട്. നിനക്ക് തോന്നുന്നത് പോലെ പലപ്പോഴും നിന്റെ ഭാര്യയെ നീ കൈകാര്യം ചെയ്തിട്ടുണ്ടോ? നിനക്ക് വേണ്ടി മാത്രം നിന്റെ വീട്ടിൽ എന്നും കാത്തിരിക്കുന്ന നിന്റെ ജീവിത പങ്കാളി, ഈ ഭാര്യയെ നീ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? നിന്റെ പ്രവർത്തികളിൽ നിന്റെ ഭാര്യയോടുള്ള പെരുമാറ്റ ശൈലി എങ്ങനെയാണ്? നീ ഓർക്കണം ഭർത്താവെ, നിനക്ക് തോന്നുന്നത് പോലെ കൂട്ടുകാരുടെ കൂടെ നടന്നപ്പോഴും, തെറ്റായ ബന്ധങ്ങളിൽ പോയപ്പോഴും, മദ്യപിച്ചപ്പോഴും, നിന്റെ ജീവിതത്തിൽ നിന്നെ ഇഷ്ടമുള്ള രീതികൾ നടന്നപ്പോഴും, ഒരു വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ കണ്ണുനീരോടെ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു ഭാര്യയുണ്ടെന്ന്. ആ ഭാര്യയുടെ മുമ്പിലാണ് നീ മുട്ടുകുത്തിയിരിക്കുന്നത്. നല്ലൊരു അപ്പനാവാൻ, നല്ലൊരു ഭർത്താവാകാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടോ? നിന്റെ ഭാര്യയെ നീ ഉപദ്രവിച്ചിട്ടുണ്ടോ? ശാരീരികമായി നീ വേദനിപ്പിച്ചിട്ടുണ്ടോ? മാനസികമായി നീ തളർത്തിയിട്ടുണ്ടോ? കുത്തുവാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ? മക്കളുടെ മുമ്പിൽ വെച്ച് നീ അവഹേളിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ട ഭർത്താവെ, മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കണം. ഈശോയെ, ഈ അൽത്താരയുടെ മുമ്പിൽ ഞങ്ങൾ ഇതാ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹം വേണം കർത്താവ്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അഭിഷേകം വേണം. പ്രിയപ്പെട്ട ഭാര്യയെ, ഈ സമയത്ത് ഭർത്താവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ ഭർത്താവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട ഭർത്താവെ, സാധിക്കുന്ന എല്ലാ ഭർത്താക്കന്മാരും ഒന്ന് കുനിഞ്ഞ് ആ ഭാര്യയുടെ കാൽപാദത്തിൽ ഒന്ന് തൊട്ടുകൊണ്ടൊന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച്, വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും നീ ചെയ്ത എല്ലാ പാപങ്ങളും മാപ്പ് ചോദിക്കുക. പ്രിയപ്പെട്ട ഭാര്യയെ, എന്നോട് പൊറുക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. നിന്റെ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. നിന്റെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രിയപ്പെട്ട ഭാര്യയെ ഭർത്താവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, 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 എന്നോട് പൊറുക്കണമേ. ഞാനറിയാതെ ചെയ്തതെല്ലാം എന്നോട് പൊറുക്കണമേ. ഞാനറിവോടെ ചെയ്തതെല്ലാം. എല്ലാ ഭാര്യമാരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, അനുഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട ഭാര്യമാര് സാവധാനം കുനിഞ്ഞ് ആ ഭർത്താവിനെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുക. ഭാര്യമാര് ഭർത്താക്കന്മാർ എഴുന്നേറ്റ് നിന്ന് കഴിയുമ്പോൾ അവരുടെ നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് അനുഗ്രഹിക്കണം. അവരുടെ കൈപ്പത്തികളിൽ ഒരു കുരിശടയാളം വരയ്ക്കണം. അവരുടെ കാൽപാദങ്ങളിൽ ഒരു കുരിശടയാളം വരയ്ക്കണം. കുരിശിനാൽ ഇവർ മുദ്രിതമാകട്ടെ. ഒരു കാരണവശാലും ഒരു തിന്മ ഇവർക്ക് ഉണ്ടാവാതിരിക്കട്ടെ. അതിനുശേഷം പ്രിയപ്പെട്ട ഭാര്യയും ഭർത്താവും വലിയൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. നിങ്ങൾ പരസ്പരം തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഭാര്യയും ഭർത്താവും പരസ്പരം തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുക. ഓ കർത്താവേ, എൻ്റെ ജീവിത പങ്കാളിക്കുള്ള രോഗങ്ങൾ സമർപ്പിക്കുന്നു. നീ പ്രാർത്ഥിച്ചാൽ നിന്റെ ജീവിത പങ്കാളിക്ക് അനുഗ്രഹം കിട്ടും. നീയല്ലേ ഇവക്ക് വേണ്ടി, ഇവന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൂ. നിങ്ങൾ പരസ്പരം പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിന്നെ ആര് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും? നിന്റെ ജീവിത പങ്കാളിയുടെ രോഗങ്ങൾ, മാനസികമായ ദുഃഖങ്ങൾ, ഈ വ്യക്തി കടന്നു പോകുന്ന അവസ്ഥകൾ ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക. ഈശോയെ, എൻ്റെ ജീവിത പങ്കാളി അനുഗ്രഹിക്കണമേ. കർത്താവെ, നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ തക്കവണ്ണം ഈ കുടുംബത്തിൽ അനുഗ്രഹം വേണം. ഓ കർത്താവെ, വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളിതാ ഈ പരിശുദ്ധ അൽത്താരയുടെ മുമ്പിൽ ജീവിതം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് നിന്റെ ജീവിത പങ്കാളി സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ,
തുടർന്ന് പ്രിയപ്പെട്ട ഭാര്യയും ഭർത്താവും അൾത്താരയിലോട്ട് തിരിഞ്ഞ് നിങ്ങളുടെ വലതുകരം നിങ്ങൾ പരസ്പരം കൊടുത്ത്, അതായത് നമ്മൾ കല്യാണത്തിൻ്റെ അന്ന് കരങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു വലിയ തീരുമാനം എടുത്തിരുന്നു. ആ വലിയ തീരുമാനം ഇന്ന് വീണ്ടും നമ്മൾ പരിശുദ്ധ അൾത്താരയുടെ മുമ്പിൽ അത് ആവർത്തിച്ച് ദൈവത്തിന് മുമ്പിൽ ഏറ്റെടുക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ അന്നെടുത്ത തീരുമാനം, വിശുദ്ധ ഗ്രന്ഥത്തെ സാക്ഷ്യമാക്കിയെടുത്ത തീരുമാനം ഈ പരിശുദ്ധ അൾത്താരയ്ക്ക് മുമ്പിൽ നമ്മൾ ഏറ്റെടുക്കുകയാണ്. ഇതാ ഈ സമയം ഭാര്യയും ഭർത്താവുമായിട്ടുള്ളവര് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം. ഇന്ന് മുതൽ, ഒച്ചത്തിൽ പറഞ്ഞ്, ഇന്ന് മുതൽ മരണം വരെ ദുഃഖത്തിലും സന്തോഷത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ദാരിദ്ര്യത്തിലും സമ്പത്തിലും ഒരേ ഹൃദയത്തോടെ ഒരുമിച്ച് ജീവിക്കാമെന്ന ഞങ്ങളുടെ തീരുമാനം ഇന്നേ ദിവസം ഈ പരിശുദ്ധ അൾത്താരയുടെ മുമ്പിൽ ഞങ്ങൾ വിശുദ്ധീകരിക്കുന്നു. കഴിഞ്ഞ കാലഘട്ടത്തിൽ ഞങ്ങൾക്കുണ്ടായ എല്ലാ കുറവുകളും ഈശോയെ പരിഹരിക്കണമേ, ഞങ്ങൾക്ക് സ്നേഹം നൽകണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. വലിയൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഭാര്യയും ഭർത്താവും ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ പരസ്പരം കൊടുത്തോ, ഒരെണ്ണം, ബാക്കി വീട്ടിൽ ചെന്നിട്ട് ഒരു ഉമ്മ കൊടുത്താൽ പരസ്പരം കെട്ടിപ്പിടിച്ച് നല്ലൊരു ഉമ്മ കൊടുത്തോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി മക്കളുണ്ടെങ്കിൽ മക്കള് അപ്പൻ്റെ അമ്മയുടെ അടുക്കൽ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. അപ്പൻ്റെ അമ്മയുടെ അടുക്കൽ എഴുന്നേറ്റ് നിന്നേ. ഇനിയിപ്പോൾ അമ്മ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു, അമ്മയുടെ അടുക്കൽ മകളുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്നോ. ഇനിയിപ്പോൾ അപ്പനുണ്ടെങ്കിൽ അപ്പൻ്റെ അടുക്കൽ, മാതാപിതാക്കൾ ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുക്കൽ, മക്കളുണ്ടെങ്കിൽ അടുത്ത് പോയി നിന്നു. എന്നിട്ട് മക്കൾ മാതാപിതാക്കളുടെ മുഖത്തോട്ട് നോക്കിക്കേ. മക്കളെ മാതാപിതാക്കൾ മുഖത്തോട്ട് നോക്കിക്കേ, പരസ്പരം നോക്കിക്കേ, അങ്ങോട്ട് നോക്കി നിന്നു. മക്കൾ മാതാപിതാക്കളുടെ മുഖത്തോട്ട് നോക്കി തിരിഞ്ഞു നിന്നു. നിങ്ങൾക്കുള്ളത് ആരാണോ ആ മക്കളെ നോക്കുക. മാതാപിതാക്കൾ മക്കളുടെ മുഖത്തോട്ടൊക്കെ നോക്കിക്കേ. ആരുടെ മുഖഛായയാണ്? ദേ കണ്ടോ, കൊഞ്ചു ജനിച്ചപ്പോൾ എന്താ പറഞ്ഞത്? നിന്റെ ചെവി എൻ്റെ മൂക്ക്. ഇപ്പൊ ചെവി ഇല്ല, മൂക്കുമില്ല, അല്ലേ? മുഖത്തോട്ട് നോക്കിയേ. ഇത് നമ്മുടെ സ്വഭാവത്തിൽ കർത്താവ് തന്ന സമ്മാനങ്ങളാണ്. ഇത് നിങ്ങളുടെ സ്വന്തമാണ്, നിങ്ങളുടെ മക്കളാണ്. മാതാപിതാക്കൾ മക്കളുടെ ശിരസിൽ 2 കരങ്ങളും കമിഴ്ത്തി വെച്ച്, ഇപ്പൊ 2 or 3 ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇവിടെ ഓരോ കൈയൊക്കെ വെച്ചോ, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക പരസ്പരം. ആ കുഞ്ഞുങ്ങളുടെ തലയിൽ കേട്ടോ, കുഞ്ഞുങ്ങളുടെ ശിരസിൽ മാതാപിതാക്കൾ കൈകൾ വെച്ച് അനുഗ്രഹിക്കുക. കുഞ്ഞുങ്ങളുടെ ശിരസിൽ കർത്താവ് ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കളുടെ അനുഗ്രഹമാണ് മക്കളുടെ ഏറ്റവും വലിയ നന്മ. ആ കുടുംബത്തിന്റെ അടിത്തറയാണ്. ഈ മാതാപിതാക്കളെ മക്കൾക്ക് കൊടുക്കുന്ന സ്നേഹം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ മക്കളുടെ ഉള്ളിൽ കർത്താവിന്റെ സ്നേഹം നിറയുന്ന ഒരു അനുഭവം ഉണ്ടാവട്ടെ. പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മക്കളുടെ സ്വഭാവ രീതികളിൽ എന്തെങ്കിലും ഭാരങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രത്യേകം ഓർത്തൊന്ന് പ്രാർത്ഥിച്ച്, മക്കൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് സമർപ്പിച്ച്, മക്കൾക്ക് ഏതെങ്കിലും തെറ്റായ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ച്. ചില കൂട്ടുകെട്ടിൽ ചിലപ്പോൾ ചെന്ന് പെട്ടിട്ടുണ്ടാവും. മൊബൈൽ ഫോണിൻ്റെയൊക്കെ വലിയ അടിമത്തം ഉണ്ടാവും. എന്തോരം നമ്മൾ ഉപദേശിക്കുന്നു, എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ആ മക്കളുടെ ശിരസിൽ കരങ്ങൾ വെച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കർത്താവേ, ഈ മക്കൾക്ക് അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇവരുടെ ജീവിത വഴികൾ ഒരു വിശുദ്ധീകരണം സംഭവിക്കട്ടെ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഈശോയെ നിന്റെ സ്നേഹം കൊണ്ട് ഈ മക്കളെ നിറയ്ക്കണമേ. പ്രിയപ്പെട്ട മക്കളെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുകയാണ്. എല്ലാ മക്കളും ഈ സമയത്ത് അപ്പന്റെ അമ്മയുടെ മുമ്പിൽ ഒന്ന് മുട്ടുകുത്തിക്കേ. ശ്രമിച്ചോ? ഓക്കെ, ഓൾ ദ ചിൽഡ്രൻ പ്ലീസ് നീൽ ഡൗൺ. എന്റെ മക്കളെ, നിങ്ങൾ മാതാപിതാക്കളുടെ കാലിൽ ഒന്ന് തൊട്ട് പ്രാർത്ഥിച്ച്. ഓൾ ദ ചിൽഡ്രൻ പ്ലീസ് ടച്ച് ദ ഫീറ്റ് ഓഫ് യുവർ പേരൻസ് ആൻഡ് പ്രേ ആൻഡ് സേ സോറി ടു ഓൾ ദ തിങ്സ് whatever happened in your life. Maybe certain times you were not able to control yourself. Certain emotions you were not able to control. Right now say sorry for everything. Say sorry for everything. Maybe certain times you were disobedient. You were listening only your friends. Your parents are specially God's given blessing for you. All the children, please make sure you are in the presence of God and say sorry for all the mistakes.
മാതാപിതാക്കളെ മക്കളെ അനുഗ്രഹിക്കണം. ഈ മക്കൾക്കുണ്ടായ എല്ലാ കുറവുകളും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം കൂടെയാണ്. കർത്താവെ, ഈ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മക്കൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. എല്ലാ കുറവുകളും കർത്താവെ വിശുദ്ധീകരിക്കട്ടെ. നിൽക്കുന്ന മാതാപിതാക്കളെ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഈ മക്കളെ ഒന്ന് അനുഗ്രഹിച്ച് കർത്താവെ, ഇവരോട് കർത്താവെ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ മക്കൾക്ക് നല്ല വഴിയിൽ സഞ്ചരിക്കാൻ, ഞങ്ങളുടെ മക്കളുടെ ജീവിത വഴികൾ എന്നും വിശുദ്ധീകരണം ഉണ്ടാവാൻ കർത്താവെ കരുണയായിരിക്കണമേ. കരങ്ങൾ ഉയർത്തി മാതാപിതാക്കളെ ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഈ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. വലിയൊരു വിശുദ്ധീകരണം സംഭവിക്കപ്പെടട്ടെ. ആരാധന, ആരാധന, ആരാധന. ഇവരോട് പൊറുക്കേണമേ, ഇവരറിയാതെ ചെയ്തതെല്ലാം ഇവരോട് പൊറുക്കേണമേ, ഇവരറിയാതെ ചെയ്തതെല്ലാം ഇവരോട് പൊറുക്കേണമേ, ഇവരറിയാതെ ചെയ്തതെല്ലാം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളെ പിടിച്ചൊന്ന് എഴുന്നേൽപ്പിച്ചേ. അതിനുശേഷം മക്കളുടെ നെറ്റിയിൽ കുരിശടയാളം വരച്ച് അനുഗ്രഹിച്ചേ. ആൻഡ് ബ്ലെസ് യുവർ ചിൽഡ്രൻ. നിങ്ങൾ അനുഗ്രഹിക്കണം. എന്നും എല്ലാ ദിവസവും നിങ്ങൾ ഈ മക്കളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കണം. എന്നിട്ട് പ്രിയപ്പെട്ട മക്കളെ, അപ്പനെ അമ്മേനെ കെട്ടിപ്പിടിച്ച് ഓരോ ഉമ്മ കൊടുത്തേ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യണം, നിങ്ങൾ സ്നേഹിക്കണം. മാതാപിതാക്കൾ ഓരോ ഉമ്മ കൊടുത്തു, അവരെ അംഗീകരിക്കണം. ഒരുപക്ഷെ അപ്പന് തോന്നുന്നു എന്നേക്കാൾ വലുതായി മകൻ, എന്നേക്കാൾ വലുതായി മകൾ. യെസ്, അവർ വളരുകയാണ്. അവരുടെ ജീവിതമാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ നന്മ. ഈ ദേശത്ത് നിങ്ങൾ കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ നിങ്ങളുടെ മക്കളാണ് നിങ്ങളുടെ സമ്പത്ത്. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ, എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. നമ്മുടെ കുടുംബങ്ങളിൽ കൂടുമ്പോൾ ഇമ്പമുള്ള ഒരു കുടുംബം നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിലുണ്ടാണ്. എവരിവൺ പ്ലീസ് സ്റ്റാൻഡ്. ഹലോ, സ്റ്റാൻഡ്. യെസ്, വെരി ഗുഡ്. എവരിബഡി പ്ലീസ് സ്റ്റാൻഡ്. ശ്രദ്ധി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹം വേണം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പൈശാചിക പീഡ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ കർത്താവ് ആ മേഖലകളെ ഇത് അഴിക്കാൻ ആഗ്രഹിക്കുകയാണ്. കൂടുമ്പോൾ ഇമ്പമുള്ള ഒരു കുടുംബ പശ്ചാത്തലം കർത്താവ് നമ്മുടെ കുടുംബത്തിൽ നൽകും. പലതരത്തിലുള്ള ഭാരങ്ങളുണ്ട്. പക്ഷെ ഒരു കാരണവശാലും ഒരു തിന്മയും നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കയറ്റരുത്. ഒരു തിന്മയും നമ്മൾ കുടുംബത്തിൽ കയറ്റരുത്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നന്നായിട്ട് ഉയർത്തിപ്പിടിക്കും. തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ചോ. Stretch your both hands towards heaven. സ്വർഗത്തിലേക്കാണ് കരങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് ഇടപെടുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന്റെ സ്നേഹം നിറയുന്ന സമയമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു കാരണവശാലും മറ്റൊരാളുടെ ഒരു പ്രസൻസ് കാരണം നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ തകരരുത്. ഭാര്യ ഭർത്താക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂട്ടുകാരും നാട്ടുകാരും അല്ല, നിങ്ങളാണ് പ്രധാനപ്പെട്ടത്. മറ്റുള്ള ഒരു തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെന്റ് നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ കർത്താവ് വിശുദ്ധീകരിക്കട്ടെ. ഒരു കാരണവശാലും തെറ്റായ ബന്ധങ്ങളിലേക്ക് പോകാതിരിക്കട്ടെ. ഈ ഞെരുക്കത്തിൽ കർത്താവെ, ഞങ്ങൾക്ക് കുടുംബത്തിൽ എന്നും സ്നേഹം നൽകണം. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരല്പസമയം യേശുവേ എന്ന് വിളിച്ച് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. നാവ് തുറന്ന് ഹൃദയം തുറന്ന് ഈശോയെ എന്ന് വിളിച്ച് പോരാ 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 പോരാ. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളില് കൂടുമ്പോൾ ഇമ്പമുള്ള ഒരു അനുഗ്രഹം നൽകണമേ. സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ആരാധന, 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 ആരാധന. സ്തുതിച്ച് സ്തുതിച്ച് സ്തുതിച്ച്. കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം, കർത്താവ് നാഥനായ കുടുംബം, ഞങ്ങളുടെ കുടുംബം എന്നും സ്നേഹത്തിലുള്ള കുടുംബമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം, കർത്താവ് കർത്താവ് നാഥനായ കുടുംബം, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ കുടുംബം, യേശുവിൻ കുടുംബം, യേശുവിൻ കുടുംബം, ഞങ്ങളുടെ നാഥൻ, ഞങ്ങളുടെ നാഥൻ, യേശുനാഥൻ. യേശുനാഥൻ. ഒന്ന് പാടിക്കുകയും അറിയാവുന്ന വരികളല്ലേ, ഒന്ന് കൈയടിച്ച് പാടിക്കുക. എല്ലാവരും കൈയടിച്ചു. കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം, കർത്താവ് നാഥനായ കുടുംബം, കർത്താവ് നാഥനായ കുടുംബം, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ കുടുംബം, യേശുവിൻ കുടുംബം, യേശുവിൻ കുടുംബം, ഞങ്ങളുടെ നാഥൻ, ഞങ്ങളുടെ നാഥൻ, യേശുനാഥൻ. കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം, കർത്താവ് നാഥനായ, കർത്താവ് നാഥനായ കുടുംബം, ഞങ്ങളുടെ നാഥൻ, ഞങ്ങളുടെ കുടുംബം, യേശുവിൻ കുടുംബം, ഞങ്ങളുടെ നാഥൻ, യേശുനാഥൻ.
കുടുംബം യേശുവിൻ കുടുംബം ഞങ്ങളുടെ നാഥൻ യേശുനാഥൻ. ആമേൻ. പിണക്കമില്ല വാശിയുമില്ല ക്ഷമ ഞങ്ങൾ തൻ വിജയമന്ത്രം. ഒന്ന് ശ്രദ്ധിച്ച് പിണക്കമില്ല വാശിയുമില്ല ക്ഷമ ഞങ്ങൾ തൻ വിജയമന്ത്രം. Praise the Lord. ശ്രദ്ധിച്ച് പിണക്കമില്ല പറഞ്ഞ പിണക്കമില്ല, വാശിയില്ല, ക്ഷമ ഞങ്ങൾ തൻ വിജയമന്ത്രം. ഭാര്യയും ഭർത്താവ് മുഖത്തോട്ട് മുഖം നോക്കി നിന്നേ. എന്നിട്ടൊന്ന് കൈയടിക്കാൻ പോവാണ്. എങ്ങനെ കൈയടിക്കണം? മക്കളുണ്ടെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഓക്കെ, ബാക്കിയുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും. കൈയടിച്ച് ഒരു കൈ അടിച്ചിട്ട് തിരുവാതിര കളിക്കത്തില്ല, അതുപോലെ ഒന്ന് അടിച്ച് പിണക്കമില്ല. സൂക്ഷിച്ചടിച്ചില്ലെങ്കിൽ തലക്കിട്ട് കിട്ടും. കാര്യം പറഞ്ഞാൽ മാത്രം മുഖത്തോട്ട് വാശിയുമില്ല ക്ഷമ ഞങ്ങൾ തൻ വിജയമന്ത്രം. പിണക്കമില്ല വാശിയുമില്ല ക്ഷമ ഞങ്ങൾ തൻ വിജയമന്ത്രം. ശ്രദ്ധിച്ച് പിണക്കമില്ല, വാശിയുമില്ല. ആദ്യം ഭാര്യയും ഭർത്താവ് മുതൽ നോക്കും, ചിരിക്കും. മക്കളൊക്കെ അടുത്ത് നിൽക്കുന്നവരുടെ കൈ എങ്ങനെ അടിക്കാൻ പോകണം കേട്ടോ. ഒറ്റയ്ക്ക് നിൽക്കുന്നവർ ആരെങ്കിലും ഒരാളെ കണ്ടുപിടിച്ച് ഒറ്റയ്ക്ക് നിൽക്കുന്നവരടുത്ത് ഇത് ഏത് ഗ്രൂപ്പാണ്? ഇവർക്ക് ആരും ഇല്ലല്ലോ. ഇവർക്ക് ആരും ഇല്ലേ ഇവിടെ? നിങ്ങളുടെയൊക്കെ പേരൻസ് ഇവിടെ ഉണ്ടോ? യു ആർ ഫ്രം വിച്ച് കൺട്രി? യുവർ നെയിം പ്ലീസ്. Alvin. What is the name of your father? Praveen है. Oh, है. नहीं है. ഇവിടെ ഉണ്ടോ? आपका नाम क्या है? വില്യമിന്റെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അറിയില്ല. ഡോണ്ട് വറി. ഓക്കെ, ഞങ്ങളുണ്ടോ? നിനക്കോ? ആരാ പറഞ്ഞ? മമ്മി ഇവിടെ ഉണ്ടോ? എവിടെ? ബേസ്മെന്റിലാണ്. ഓക്കെ, അതോടെ ഇരുന്നോട്ടെ അല്ലേ. സമാധാനം പ്രധാനപ്പെട്ടതാണ്. ശ്രദ്ധിപ്പന്നെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഭാര്യയും ഭർത്താവ് മാത്രമുള്ളവർ മുഖത്തോട് നോക്കി നിൽക്കുന്നു. ബാക്കിയുള്ളവര് ഒരാളെ കണ്ടുപിടിച്ച്, തൊട്ടടുത്തുള്ള ഒരാളെ കണ്ടുപിടിച്ച് ഓക്കെ, വെരി ഗുഡ്. നീ ഇങ്ങോട്ട് വാ. നിനക്ക് കാര്യമില്ല, നീ ഇങ്ങോട്ട് വാ. മമ്മി ഇവിടെ നിൽക്കും. അങ്ങോട്ട് മുഖത്തോട്ട് നോക്കുന്നോ? ഇങ്ങോട്ട് നോക്കണം. എന്നിട്ട് ഒരു കൈ ഇങ്ങനെ അടിക്കണം, ഒരു കൈ അവിടെ അടിക്കണം, ഒരു കൈ ഇവിടെ അടിക്കണം. ഓക്കെ, റെഡി? 1 2 3 4. പിണക്കമില്ല വാശിയുമില്ല ക്ഷമ ഞങ്ങൾ തൻ വിജയമന്ത്രം. പിണക്കമില്ല വാശിയുമില്ല ക്ഷമ ഞങ്ങൾ തൻ വിജയമന്ത്രം. കൂട്ടായി പ്രവർത്തിച്ച് കൂട്ടായി സ്തുതി ചൊല്ലി ഒന്നായി വളരുന്നു. കൂട്ടായി പ്രവർത്തിച്ച് കൂട്ടായി സ്തുതി ചൊല്ലി ഒന്നായി വളരുന്നു. മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബം യേശുവിൻ ഞങ്ങളുടെ കുടുംബം യേശുവിൻ കുടുംബം കുടുംബമുള്ള കുടുംബം. കർത്താവ് നാഥനായ കുടുംബം ഞങ്ങളുടെ കുടുംബം യേശുവിൻ കുടുംബം ഞങ്ങളുടെ നാഥൻ യേശുനാഥൻ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് അൾത്താരയിലേക്ക് തിരിഞ്ഞു നിന്ന് എന്നിട്ട് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന കുടുംബങ്ങളുള്ളവർ മാത്രം അവരുടെ കൈകൾ ചേർത്ത് പിടിച്ച് വീട്ടിലുള്ളവരുടെ കരങ്ങൾ ചേർത്ത് പിടിച്ചോ. കർത്താവെ, ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി ഞങ്ങളുടെ കുടുംബത്തിന്റെ രക്ഷകനായ യേശുവേ എന്ന് വിളിച്ച് ഈശോയെ എന്ന് വിളിക്കട്ടെ. ആരാധന. കർത്താവെ സ്തുതിക്കുന്നു. കർത്താവെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയ. നമ്മൾ തുടർന്ന് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പോവാണ്. നിൽക്കുന്നൊരു അല്പം കൂടി മുമ്പോട്ട് കയറുന്നു. ഇച്ചിരി പുറകിലുള്ള ഞെരുക്കാം. യെസ്, സ്പേസ് ഉണ്ടാവണേ പുറകിലൊക്കെ. ഇപ്പൊ ഇത്രയും നമ്മൾ കയ്യൊക്കെ അടിച്ചപ്പോ മൊത്തത്തിലൊന്ന് ഒതുങ്ങി അല്ലേ. ഇപ്പൊ ഇച്ചിരിയുടെ സ്ഥലം, ഇത്രയും സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. തൊട്ടടുത്ത സ്ഥലം വന്നു, അതാണ് മൊത്തത്തിലൊന്ന് ഒതുങ്ങി. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയ. പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ അർപ്പിക്കാൻ പോകുന്ന കുർബാന, നിങ്ങൾ ഇരിക്കുന്നതിനെ കുറിച്ചൊന്നും വിഷമിക്കേണ്ട കേട്ടോ. കുർബാന അർപ്പിക്കുമ്പോഴത്തേക്ക് അച്ഛന്മാർ ഇരിക്കാറുണ്ടോ? ഇല്ല, അവർ ഇത്ര നേരം നിൽക്കുമല്ലേ. അപ്പൊ വല്ലപ്പോഴും നമുക്ക് ആ ത്യാഗമൊക്കെ അനുഭവിക്കുന്നത് നല്ലതാണ് അല്ലേ. ഇച്ചിരി ഞെരുക്കം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ക്രമീകരിക്കാം. ഇന്ന് നമ്മൾ അർപ്പിക്കാൻ പോകുന്ന കുർബാനയിൽ ഒരു നിയോഗം ഒരു കുടുംബത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു കേൾക്കണം. കുടുംബത്തിന് ഒരു only one intention,
അപ്പോൾ ഭാര്യയും ഭർത്താവും പരസ്പരം പറയണം, നമ്മൾ ഇന്ന് ഈ കുർബാനയ്ക്ക് ഒറ്റ നിയോഗം ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നിട്ട് മക്കളുടെ ചെവി പറഞ്ഞു കൊടുക്കണം, മക്കളെ നമുക്ക് ഇന്ന വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഒറ്റ only one intention for one family. Okay, so right now you can speak each other. ഹസ്ബൻഡ് വൈഫിനോട് പറയുക, വൈഫ് ഹസ്ബൻഡിനോട് പറയുക. എന്നിട്ട് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കും? ഒറ്റ നിയോഗം, കർത്താവെ ഈ അൾത്താരയിൽ ഞങ്ങൾ സമർപ്പിക്കാൻ പോവാണ് ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ ജീവിത പശ്ചാത്തലം. കർത്താവെ ഞങ്ങളുടെ വീട്ടിൽ അനുഗ്രഹം വേണം, ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. കേട്ടല്ലോ? അങ്ങനെ നിയോഗം സംസാരിച്ച് അൾത്താരയിലേക്ക് ഓർക്കണം, പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മൾ ഒരുമിച്ച് ഈ ആരാധന, ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ പോകണം. കർത്താവെ ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് ഇടപെടണം, ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലത്തിൽ അങ്ങ് ഇടപെടണം. ആഗ്രഹത്തോടുകൂടെ നമുക്ക് പ്രാരംഭ ഗീതം ചേർന്ന് പാടി പ്രാർത്ഥിക്കാം.